يوحدنا لطريق الخير يوجهنا الله تعالى أنزله ورسول الله معلمنا هذا القرآن يوحدنا لطريق الخير يوجهنا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. وناديناه من جانب الطور الأيمن وقربناه نجيا. ووهبنا له من رحمتنا أخاه هارون نبيا. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ പരിചയക്കാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഖൈറും സലാമത്തും ആഫിയത്തും നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം കഴിഞ്ഞ് അവരുടെ മക്കളിൽ വരുന്ന രണ്ട് അംബിയാഇനെ പരിചയപ്പെടുത്തി നബിയുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് മാറുകയാണ്. സൂറത്തു മറിയം ഒരുപാട് അംബിയാഇൻ്റെ ചരിത്രം വളരെ സംക്ഷിപ്തമായി പ്രതിപാദിച്ച ഒരു സൂറയാണ്. ഏറ്റവും വിശദമായി പറഞ്ഞത് ഈസ നബി അലൈഹിസ്സലാമിൻ്റെയും മറിയം ബിവിയുടെയും സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും യഹ്യ അലൈഹിസ്സലാമിൻ്റെയും അവരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. പക്ഷേ അംബിയാഇൻ്റെ വലിയൊരു നിര തന്നെ ഈ സൂറയിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവേതര ദൈവങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരുന്ന ആ സമുദായം ആരാധിച്ചുകൊണ്ടിരുന്ന ബഹുദൈവ ആരാധനയും അതിൻ്റെ ആളുകളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിത്യജിച്ചപ്പോൾ, ഉപേക്ഷിച്ചപ്പോൾ, അവരിന്ന് മാറി നിന്നപ്പോൾ അല്ലാഹു ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം വഹബ്നാ ലഹു ഇസ്ഹാഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന മകന് ശേഷം ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് നാം കനിഞ്ഞു നൽകി. വയഅഖൂബ്, ഇസ്ഹാഖ് നബിയുടെ മകൻ യഅഖൂബ് നബി അലൈഹിസ്സലാം. നേർക്കുനേരെ നോക്കുമ്പോൾ ഇബ്രാഹിം നബിയുടെ മക്കളാണ് ഇസ്ഹാഖ് യഅഖൂബ് അലൈഹിസ്സലാം എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആര്? യാക്കൂബ് നബി അലൈഹിസ്സലാം. മകനെ കൊടുത്തു, പേരക്കുട്ടിയെ കൊടുത്തു.
അള്ളാഹു രണ്ടുപേരെയും വകുല്ലൻ ജഅൽനാ നബിയ്യ, ഇവരെയൊക്കെ അള്ളാഹു നബിമാരായി നിശ്ചയിക്കുകയും ചെയ്തു. ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ നിഅമത്തല്ലേ. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا ووهبنا لهم من رحمتنا ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അവിടുത്തെ കുടുംബ പരമ്പരക്കും നാം നമ്മുടെ റഹ്മത്ത് ഔദാര്യമായി നൽകി. അല്ലാഹുവിൻ്റെ റഹ്മത്ത്. وجعلنا لهم لسان صدق عليا, അല്ലാഹു തആല അവർക്കൊക്കെ ഉന്നതവും സംശുദ്ധവുമായ സൽപ്പേര് അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കുകയും ചെയ്തു. ലിസാന സുദ്ഖ്. ലിസാന സുദ്ഖ് ഒരാളെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് അറിയപ്പെടുമ്പോൾ ആളുകൾ അവരെപ്പറ്റി നല്ലത് പറയാം. കുല്ലുന ഹദീസുൻ എന്ന് പറയും. നമ്മളൊക്കെ ഒരു വർത്തമാനമാണ്. മനുഷ്യൻ എന്നത് ഒരു വർത്തമാനം, അങ്ങനെ പറയാം. മനുഷ്യൻ്റെ ജീവിതം ആളുകൾ പറയുന്നൊരു വർത്തമാനമാണ്. പിന്നെ ഒരു ഹാജിയെ പറ്റി ഓർക്കുകയാണ്, ഒരു പണ്ഡിതനെ പറ്റി ഓർക്കുകയാണ്, ഒരു മുതലാളിയെ പറ്റി ഓർക്കുകയാണ്, ഒരു സാധുവിനെ കുറിച്ച് ഓർക്കുകയാണ്. നമ്മൾ പറയുന്നതാണ് ശരിക്കും ആ ജീവിതം. നല്ല മനുഷ്യനായിരുന്നു, ആ വാക്കാണ് ഒരു ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച് പിൽക്കാലത്ത് നല്ലത് വജഅല്ലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് പിൻഗാമികളിൽ നല്ല സൽകീർത്തിയും സൽപ്പേരും ഉണ്ടാക്കി തരയണമേ. അപ്പോൾ എല്ലാവരും ഓർക്കുകയാണ്. നല്ല ഒരു അവസ്ഥയിൽ ഒരാൾ ഓർക്കപ്പെടുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. മഹാനായ അലി ഇബ്നുൽ അസ്മഅ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ കിടക്കുമ്പോൾ മക്കളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, മക്കളെ ഈശു, നിങ്ങൾ ജീവിക്കണം. ഐഷൻ എങ്ങനത്തെ ജീവിതം? ഇൻ ഇഷ്തും ഹന്നൗ ഇലൈക്കും വ ഇൻ മിത്തും ബഖൗ അലൈക്കും. ഈശു ഫിന്നാസി ഐഷൻ, ഇൻ നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്. എങ്ങനെ? ആയുസ്സോടുകൂടെ ഭൂമിയിൽ ബാക്കിയുള്ള കാലം ജനങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണണം, ഹന്നു ഇലൈക്കും, നിങ്ങളുടെ അരികത്തേക്കൊന്ന് വരണം, നിങ്ങളെ ഒന്ന് പരിചയപ്പെടണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. ഹന്നു ഇലൈക്കും. വ ഇൻ മിത്തും, നിങ്ങൾ മരിക്കുകയാണെങ്കിൽ ബഖൗ അലൈക്കും, ജനങ്ങൾ നിങ്ങളുടെ മരണത്തെ ഓർത്ത് കരയണം. അതാണ് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യം. അത് ഏറ്റവും അർത്ഥവത്തായൊരു വാക്കാണത്. ഇൻ ഇഷ്തും ഹന്നൗ ഇലൈക്കും വ ഇൻ മിത്തും ബഖൗ അലൈക്കും. ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കൊതിയാവുകയും മരിച്ചുപോയാൽ പടച്ചവനെ അവരൊക്കെ ഇനിയും ജീവിക്കണമായിരുന്നു എന്ന് കൊതിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ജീവിതം. അതാണ് ഈ ജീവിതം കൊണ്ട് ഉണ്ടാകേണ്ട നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. അതാണ് അള്ളാഹു അത് സജ്ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അമ്പിയാക്കളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇത് ചോദിച്ചു. ഇസ്ഹാഖ് നബിയിലൂടെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിലൂടെയും അവരുടെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെയും അള്ളാഹു തആല ലിസാന സുദ്ഖിൻ അലിയ, ഉന്നതമായ ആദരവോടുകൂടെ ഓർക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. അങ്ങനെ ഒരു ഔദാര്യം അള്ളാഹു അമ്പിയാഇന് നൽകി. യാക്കൂബ് നബിക്ക് നൽകി, ഇസ്ഹാഖ് നബിക്ക് നൽകി. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ യാക്കൂബ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ യൂസുഫ് അലൈഹിമുസ്സലാം, ഈ അമ്പിയാക്കന്മാർക്ക് മുഴുവനും അള്ളാഹു നൽകി. وَوَهَبْنَا لَهُم مِّن رَّحْمَتِنَا وَجَعَلْنَا لَهُمْ لِسَانَ صِدْقٍ عَلِيًّا واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. പരിശുദ്ധരായ നബിയെ വദ്കുർ ഫിൽ കിതാബി മൂസ, അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വിശേഷം അങ്ങ് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക. 83 സ്ഥലത്ത് അള്ളാഹു ചരിത്രം പറഞ്ഞ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിൽ 83 സ്ഥലത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമും ഫിർഔനുമുള്ള ചരിത്രം, മൂസ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലിനോട് കൂടെ ജീവിച്ച ചരിത്രം, മൂസ നബിയുടെയും ഖിദർ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം, മൂസ നബി തൗറാത്ത് സ്വീകരിക്കാൻ പോയത്, മൂസ നബി അലൈഹിസ്സലാം ഷുഐബ് നബിയുടെ നാട്ടിലെത്തിയത്, മൂസ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയുമായി ഇടപെട്ടത്, ആ പശുക്കിടാവിനെ ആരാധിച്ച കാലം, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് കടൽ മുറിച്ചു കടന്ന് മഹാത്ഭുതം നടന്ന സംഭവം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്ന സംഭവം, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ പറഞ്ഞത് കേൾക്കാതെ നടന്ന കാലം, ഇങ്ങനെ ഒരുപാട് ചരിത്രവശങ്ങൾ
അള്ളാഹു പ്രതിപാദിച്ച വല്ലാത്തൊരു നബിയാണ്. അള്ളാഹുവിൻ്റെ കലീമായ, അള്ളാഹുവിനോട് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായ നബിയുല്ലാഹി വ കലീമുഹു മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിമുസ്സലാം. അള്ളാഹു വലിയ സ്ഥാനം കൊടുത്ത ഉലുൽ അസ്മിൽ എന്ന അമ്പിയാക്കളിൽ ഏറ്റവും സ്ഥാനമുള്ള അമ്പിയാക്കളിൽപ്പെട്ട ആളാണ് മഹാനായ നബിയുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. ഇമ്രാൻ എന്നവരുടെ മകൻ മൂസ നബി അലൈഹിസ്സലാം. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. ഇന്നഹു കാന മുഖ്ലസാ. മുഖ്ലിസ്, മുഖ്ലസ് രണ്ട് വാക്കുകളുണ്ട്. നമ്മൾ ഇഖ്ലാസ് എന്ന് പറയില്ലേ, അള്ളാഹുവിന് ആത്മാർത്ഥമായിട്ട് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരാൾ മുഖ്ലിസാണ് എന്ന് പറയും അല്ലേ, ആൾ മുഖ്ലിസാണ്. അത് നമ്മളായിട്ട് ചെയ്യുമ്പോൾ മുഖ്ലിസ് എന്ന് പറയും. അള്ളാഹു ഒരാളെ ഇഖ്ലാസിലങ്ങ് പടച്ചാൽ അയാളാണ് മുഖ്ലസ്. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്കേ കിട്ടുള്ളൂ. നമുക്കൊക്കെ മുഖ്ലിസീങ്ങളാവാൻ ശ്രമിക്കാൻ പറ്റും, മുഖ്ലിസീങ്ങളായി ശ്രമിക്കാൻ പറ്റും. പക്ഷെ മുഖ്ലസ് ആവണമെങ്കിൽ അള്ളാഹു ഔദാര്യമായി കൊടുത്ത ഇഖ്ലാസ്, അതിന് ഔദാര്യമായി റബ്ബ് നൽകിയവർ, ഇഖ്ലാസിലായിട്ട് പടക്കപ്പെട്ടവർ, ഇഖ്ലാസിലൂട്ടപ്പെട്ടവർ, മുഖ്ലസൻ. അങ്ങനത്തെ നബിയാണ് നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്. ഇന്നഹു കാന മുഖ്ലസ. മുഖ്ലസായി കഴിഞ്ഞാൽ പിശാച്ചിന് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നാണ്. പിശാച്ചിൻ്റെ ടെംപ്റ്റേഷൻ അവരെ ബാധിക്കൂല മുഖ്ലസായി കഴിഞ്ഞാൽ. കാരണം ലൗവിയന്നഹും അജ്മഈൻ, പിശാച്ച് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ സൃഷ്ടികളെയും ഞാൻ പഴപ്പിക്കും പടച്ചോനെ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നീ ഇഖ്ലാസ് കൊടുത്ത് ആദരിച്ച ആളുകൾ, നീ ഇഖ്ലാസ് നൽകി ബഹുമാനിച്ച ആളുകൾ, മുഖ്ലസ്, അവരെനിക്ക് പഴപ്പിക്കാൻ കഴിയില്ല. അത് ശരിയാണ് എന്ന് ഇബ്ലീസ് സമ്മതിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അമ്പിയാക്കളിൽ എല്ലാ നബിമാരെപ്പോലെയും അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം കിട്ടിയ നബിയാണ്. കൂട്ടത്തിൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാം ഇഖ്ലാസിലൂട്ടപ്പെട്ട നബിയാണ് എന്ന് പറയാം. കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം നടത്തിയ ഒരു നബി, നബിയുല്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം. ഈജിപ്തിൽ നിന്നങ്ങ് ഓടിയിട്ട് ഈജിപ്തിൽ നിന്ന് സീനാ മരുഭൂമിയും കടന്ന് ഫലസ്തീനും കടന്ന് ജോർഡാനിൻ്റെ അങ്ങറ്റത്ത് മദീനയിലേക്ക് എത്തുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വയർ ഒട്ടിയിട്ടുണ്ടെന്ന്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കിട്ടിയ ചെടികളും ഇലകളും തിന്നുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം 1000-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്തത്. അന്ന് ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ മൂസാ നബി അലൈഹിസ്സലാം അബദ്ധവശാൽ, മൂസാ നബിയുടെ ഒരു തള്ളു കാരണം മരിച്ചുപോയിട്ടുണ്ട്, അബദ്ധവശാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പോലീസുകാർ അന്വേഷിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടുകയാണ് അല്ലേ. ആ ഓട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച ചരിത്രം, വയറ് പിൻഭാഗത്തേക്കിന് ഒട്ടിച്ചേർന്നു എന്നാണ്. വയറങ്ങ് പോയിട്ട് അങ്ങ് തളർന്ന് വിശന്നിട്ട് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ വലിയൊരു പാറക്കല്ല് പൊക്കി വെച്ചിട്ട് ആ പെൺകുട്ടികളെ സഹായിച്ചു വെള്ളം കുടിപ്പിക്കാൻ. അവരുടെ ആടുകൾക്ക് അല്ലേ കിണറിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുത്തു. അത്രയും ആരോഗ്യമുള്ള നബി മൂസാ നബി അലൈഹിസ്സലാം തളർന്ന് വിശന്നിട്ടുണ്ട്. അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കാമെന്ന് ആലോചിക്കണത്, ആ ഒരു ഇഖ്ലാസ് ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. പെൺകുട്ടികൾ അവർ പൈസയിട്ടല്ല നടക്കുന്നത്, അവരുടെ വാപ്പയോ ആങ്ങളെയോ ആരും ഇവിടെ കൂടെയില്ല. പക്ഷേ അബലകളായ, ആരും സഹായിക്കാനില്ലാത്ത പാവങ്ങളായ ആളുകളെ ഞാനൊന്ന് സഹായിച്ചോട്ടെ, അത് ആര് കാണാൻ? മൂസാ നബി ആരാണെന്ന് പോലും ആ നാട്ടുകാർക്ക് അറിയില്ല, എവിടുന്ന് വരികയാണെന്നും അറിയില്ല. അത് വല്ലാത്തൊരു ഇഖ്ലാസാണ് മൂസാ നബി അലൈഹിസ്സലാം ചെയ്തത്. മുഖ്ലസാണ്, വേറൊന്നും ഉദ്ദേശമല്ല ഇവിടെ. ഏറെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയേക്കും അവിടെ. കാരണം വെള്ളത്തിൻ്റെ കിണറേ അവിടെ ഉള്ളൂ, വേറെ ഒരു ഷോപ്പോ ഷോപ്പിംഗ് മാളോ ഒന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ആ നേരത്ത് മൂസാ നബി അലൈഹി ഫതവല്ല ഇലദ്ദിൽ, ഒരു തണൽ മരത്തിൻ്റെ അരികത്തേക്ക് മൂസാ നബി മാറി നിന്നിട്ട്, റബ്ബി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അള്ളാഹുവേ ഏതൊരു നന്മയും നീ എനിക്ക് ഇറക്കി തരികയാണെങ്കിൽ ഞാനതിന് ആവശ്യക്കാരനാണ് കേട്ടോ പടച്ചവനെ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഞാൻ ഫഖീറാണ് പടച്ചവനെ, ഏതെങ്കിലും ഒരു നന്മ നീ എനിക്ക് ഇറക്കി തരികയാണെങ്കിൽ, കാരണം വിശന്നിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു നന്മ നീ തരികയാണെങ്കിൽ അന ഫഖീറുൻ ഇലൈ, ഞാൻ അതിന് ആവശ്യമുള്ള ആളാണ്. അങ്ങനെ ഒരു വല്ലാത്ത ഇഖ്ലാസിൻ്റെ ഒരു ഭാഗം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നാവിന് ഒരു തരം വിക്കുണ്ടായിരുന്നു, കൃത്യമായിട്ട് സംസാരിക്കാൻ കഴിയാത്ത. വലാ യഖാദു യുബീൻ, മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല, മനസ്സിലാവില്ല. അത് ചെറുപ്പത്തിൽ മൂസാ നബി അലൈഹിസ്സലാം
ഫിർഔനുമായുണ്ടായൊരു സംഭവമാണത്. ആ ചരിത്രത്തിലേക്ക് വരാം. പക്ഷെ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചത് എന്താണെന്നറിയോ? നുബുവത്ത് നൽകി അള്ളാഹു തആല ഫിർഔൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, എൻ്റെ നാവിൽ നിന്ന് ഒരു കെട്ട് അയച്ചു തരണം പടച്ചോനെ, എല്ലാം അയച്ചു തരണം എന്നല്ല ചോദിച്ചതെന്നാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സമാരൊക്കെ വേദം പറയുമ്പോൾ ഓതൂലേ ഇത്? റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ എൻ്റെ മനസ്സിന് വിശാലത നൽകണേ റബ്ബേ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു തരയണമേ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമല്ലോ, അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. ഒരു സ്ഥലം അത് പറഞ്ഞു, ഒരാൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, പിന്നെ എന്താ കൊണ്ട് കാര്യം? അങ്ങനെ ആയിപ്പോയിക്കൂടല്ലോ. ആരും അത് പറയുകയാണെങ്കിലും മനസ്സിലാവണമല്ലോ. അതിനാണ് ഉഖ്ദത്ത് നീക്കിത്തരണേ പടച്ചോനെ എന്ന് ദ്വാരക്കണത് വേദം പറയുന്നവരൊക്കെ. വഹ്ലുൽ ഉഖ്ദതൻ, ഉഖ്ദത്തിനെ കെട്ട് എന്നാണ്, കെട്ടിയിടുന്ന പോലെ. മൂസ നബി അലൈഹി സ്വലാമിന് ഒരുപാട് കെട്ടുകളുണ്ട്. അതാണ് കാരണം. വലാ യഖാദു യുബീൻ, മൂസ നബി അലൈഹി സ്വലാം സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പോലും പറയാൻ കഴിയില്ല. അപ്പോഴാണ് വഅർസിൽ ഇലാ ഹാറൂൻ അഖി ഉഷ്തുദ് ബിഹി അസ്രി, അള്ളാഹുവെ എൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിന് നീ നുബുവത്ത് കൊടുക്കണം കേട്ടോ അള്ളാഹുവെ. ഹാറൂൻ എൻ്റെ സഹോദരനാണ്, അഫ്സഹു മിന്നി, എന്നെക്കാളും എലക്വൻ്റാണ്. ആര്? ഹാറൂൻ നബി അലൈഹിസ്സലാം. എന്നെക്കാളും വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോൾ ഒരു നബിയാവുമ്പോൾ ആളുകളോട് സംസാരിക്കണ്ടേ, അതുകൊണ്ട് ഹാറൂൻ നബിക്ക് നീ വഹി കൊടുക്കണം പടച്ചവനെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചതാണ് മൂസ നബി അലൈഹിസ്സലാം. അപ്പോൾ ഹാറൂൻ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് കൊടുക്കാൻ കാരണം പറഞ്ഞത് എനിക്കങ്ങനെ സംസാരിക്കാൻ കഴിയില്ലല്ലോ. നേരെ മറിച്ച് മൂസ നബി അള്ളാഹിനോട് ചോദിക്കുക, എൻ്റെ നാവിൻ്റെ എല്ലാ വിക്കൊണ്ട് തീർത്തു തന്നേക്കണേ എന്ന് പറഞ്ഞാൽ പിന്നെ സഹോദരന് നുബുവത്ത് കൊടുക്കണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മൂസ നബിക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അള്ളാഹുവിനോട് ആവശ്യമുള്ളത് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ആവശ്യമുള്ളത് ചോദിച്ചു. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, എൻ്റെ നാവിന്ന് ചെറുതായിട്ട്, ഞാൻ ദഅവത്തിന് ഇറങ്ങുകയാണ്, അപ്പോൾ മുഴുവനായിട്ട് നീക്കി തരണമെന്ന് ഞാൻ പറയണില്ല പടച്ചോനെ, പക്ഷേ ഒരു കെട്ട് എനിക്ക് അയച്ചു തരണം. യഫ്ഖഹു ഖൗലി, ഞാൻ പറയണത് അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. പിന്നെ ഹാറൂനിൻ്റെ കൂടെ ഉണ്ടല്ലോ അലൈഹിസ്സലാം, ഹാറൂൻ നബിക്ക് ഇനി നുബുവത്ത് കൊടുത്തേക്കണം. കാര്യങ്ങളും പ്രസംഗിക്കലൊക്കെ ആര് ചെയ്തോളും? ഹാറൂൻ നബി അലൈഹിസ്സലാം ചെയ്തോളും. ആ സമയത്ത് പോലും തൻ്റെ ഒരു സഹോദരന് ഗുണം കിട്ടാൻ, ഇപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു മൻ അമന്നു അഖിൻ അല അഖീഹി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒട്ടകപ്പുറത്തൊരു യാത്രയിൽ നിൽക്കുമ്പോൾ വേറൊരു യാത്രാസംഘം വരുന്നുണ്ട്. ആ യാത്രാസംഘത്തിലെ ഒരു നേതാവ് കൂടുള്ള ആളുകളൊക്കെ ഇരുത്തിയിട്ട് അവരെന്തോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മൻ അമന്നു അഖിൻ അല അഖീ, സ്വന്തം സഹോദരനോട് ഏറ്റവും നല്ല ഉപകാരം ചെയ്ത ഒരു സഹോദരൻ ലോകത്ത് ആരാണുള്ളത്? അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇയാൾ വലിയൊരു ചോദ്യം ചോദിച്ചതാണ്. ലോകത്ത് സ്വന്തം ജ്യേഷ്ഠനോ അനുജനോ ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ഒരു അനുജനോ ജ്യേഷ്ഠനോ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നാണ് ചോദ്യം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അലൽ ഹൗദജ്, ഒട്ടകപ്പുറത്ത് ഒട്ടകക്കൂടാരത്തിലാണ്. അപ്പോൾ താഴെയുള്ള സ്വഹാബികൾ ചില ആളുകളോട് പറഞ്ഞു, ഖുല്ലഹു, ആ ചോദിച്ച ആൾക്ക് പറഞ്ഞു കൊടുക്കൂ, ഹുവ നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണത്. അള്ളാഹുവിനോട് സ്വന്തം സഹോദരൻ ഹാറൂൻ നബിക്ക് റിസാലത്ത് കൊടുക്കണമെന്ന് ചോദിക്കുകയും അള്ളാഹു കൊടുക്കുകയും ചെയ്തില്ലേ? സ്വന്തം ജ്യേഷ്ഠനെ നബിയാക്കണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിച്ച നബിയാണ്, സഹോദരനാണ് നബിയുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. അങ്ങനെ ഒരു സഹായം ലോകത്ത് വേറൊരാൾക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് മൂസ നബി അലൈഹിസ്സലാമാണ്. ഹുവ മൂസ ഇബ്നു ഇമ്രാൻ, അത് മൂസ നബി അലൈഹിസ്സലാമാണ് എന്ന് ആര് മറുപടി കൊടുത്തു? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ സംഭവം നമ്മുടെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആ ചോദിച്ച ചോദ്യത്തിൽ മുഴുവനായും എന്നെ ഒന്ന് നന്നാക്കി തരണേ എന്നല്ല ചോദിച്ചത്. ആ നാവിന് വിക്ക് വരാനൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. ഫറോവയുടെ കൊട്ടാരത്തിലാണ് മൂസ നബി അലൈഹിസ്സലാം വളരുന്നത്. ആരാണോ ശത്രു, ആ ശത്രുവിൻ്റെ കയ്യിലേൽപ്പിച്ചു അള്ളാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനെ വളരാൻ. അതാണ് ആ മൂസ നബി വരുമ്പോൾ അധികാരം നഷ്ടപ്പെടുമെന്ന് അന്നത്തെ കണക്ക് നോക്കുന്ന ആളുകളും മുനജ്ജിമീങ്ങൾ, നക്ഷത്ര ഇതൊക്കെ നോക്കിയിട്ട് പറയുന്ന എന്താ പറയുക, ആസ്ട്രോളജിയുടെ ആളുകൾ, അവരൊക്കെ പറഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, ഏതൊരു കുഞ്ഞാണോ ഫറോവക്ക് ഭീഷണിയായി വരുന്നത്, ആ കുഞ്ഞ് ഫറോവയുടെ മടിത്തട്ടിലിരുന്ന് വളരണം. എൻ്റെ ഫറോവ ചോറ് കൊടുത്ത് വളർത്തിയ, ഭക്ഷണം കൊടുത്ത് വളർത്തിയ മോനാണ്, അല്ലെങ്കിൽ കുട്ടിയാണ് അന്ന് നബിയുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ മൂസാ നബി ഫിർഔൻ്റെ താടിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ചരിത്രമുണ്ട്.
അപ്പോൾ ഫിർഔന് ദേഷ്യപ്പെട്ടു. ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും സ്വന്തം മക്കളല്ലാണ്ടിരിക്കുമ്പോഴേ ആ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഫിർഔന് മൂസ നബിയെ എന്തോ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ ആസി ബീവി ഓടി വന്നിട്ട് ഇന്നഹു തിഫ്ലുൻ, അതൊരു ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടോ, അതിനൊന്നും അറിയില്ലല്ലോ, ഞാൻ കാണിച്ചു തരണോ, ഈ കുഞ്ഞിന് വിവേകമല്ല, നിങ്ങളെ കൊല്ലാൻ വരുന്ന കുട്ടിയൊന്നും അല്ല, അത് ചെറിയ കുഞ്ഞല്ലേ, കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ. ആ സമയത്ത് ഒരു ഫ്രൂട്ടും ഒരു പഴവും അതിൻ്റെ കൂടെ ചൂടുള്ള ഒരു കനലും വെച്ച് കൊടുത്തിട്ട് മൂസ നബി അലൈഹിസ്സലാമിനോട് എടുക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വകതിരിവൊന്നും വലിയൊരു എന്താ പറയുക, ഒരു കുബുദ്ധിയൊന്നും തോന്നുന്ന പ്രായമല്ല, നിഷ്കളങ്കമായൊരു കുട്ടിയാണിത് എന്ന് വരുത്താൻ ആസി ബീവി ചെയ്ത ഒരു ട്രിക്കാണിത്. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം പഴം എടുക്കാൻ പോകുമ്പോൾ മലക്ക് കൈതട്ടിയെന്നാണ്. എന്നിട്ട് ആ അല്പം ചൂടുണ്ടായിരുന്ന കനൽ, തീയല്ല പക്ഷേ കറുത്ത് കിടക്കുന്ന, എന്നാൽ അതിൽ ചൂടുണ്ട്, ഉണ്ടാവുമല്ലോ, കത്തിക്കരിഞ്ഞിട്ട് അവസാനം തീ അണയുന്നതിന് മുമ്പ് കനലിൽ ചൂട് കാണും. ആ കനലെടുത്തിട്ട് വായിലേക്കിട്ടു ആര്? നബിയുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ഉടനെ തുപ്പുകയും ചെയ്തു. പക്ഷെ അത് കാരണമുണ്ടായൊരു ബേണിങ്, നാവ് പൊള്ളിയിരുന്നു. അതിൻ്റെ പേരിലാണ് മൂസ നബി അലൈഹിസ്സലാമിന് സംസാരിക്കാൻ ഒരു വിക്കുണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചതും വളരെ മനോഹരമായിട്ടാണ്. വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി, എൻ്റെ നാവിൽ നിന്ന് ഒരു വിക്ക്, ഒരു കെട്ട്, ഒരംശം ഒന്ന് നീക്കി തരണേ പടച്ചവനെ. അള്ളാഹുവിനോട് മുഴുവൻ മൂസ നബി ചോദിച്ചില്ല. അമ്പിയാക്കന്മാർ അങ്ങനെയാണ്, ബിഹസബിൽ ഹാജ, ആവശ്യം നടക്കാൻ എന്ത് വേണോ അത്രയേ പറയുള്ളൂ. അതുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു തആല രോഗം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ അള്ളാഹുവെ എന്നെ ശിഫയാക്കി തരണേ എന്ന് മുഴുവനായി ചോദിച്ചില്ലല്ലോ. എന്താ പറഞ്ഞത്? അള്ളാഹുവേ റബ്ബി ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അമ്പിയാക്കന്മാർ അത്രേ, റബ്ബി ഇന്നി മസ്സനിയദ്ദുർ, ശരീരമാസകലം വ്രണങ്ങളായി കിടക്കുകയാണ്, ആളുകൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. റഹ്മ എന്ന് പറയുന്ന സ്വന്തം ഭാര്യയല്ലാതെ മറ്റാരും കൂടെയില്ല. അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ദ്വാരക്കുന്നത്. അതുവരെ ദ്വാരന്നിട്ടില്ലെന്ന അള്ളാഹുവിനോട് പടച്ചവനെ ശിഫയാക്കി തരണേ. നാവിലേക്ക് പോലും അസുഖം വരികയും അങ്ങനെ നാവുകൊണ്ട് അള്ളാഹുവിന് ദിക്ർ ചൊല്ലാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്ന് പേടിച്ചപ്പോൾ മൂസ നബി ദുആ ചെയ്തു. ആ ദുആയാണ് ഖുർആൻ പറയുന്നത്. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, അള്ളാഹുവേ, ഇന്നി മസ്സനിയദ്ദുർറു, എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് റബ്ബേ, വഅൻത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. റബ്ബി ഇന്നി മസ്സനിയദ്ദുർ, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ, ശിഫയാക്കി തരണേ എന്ന് പറഞ്ഞില്ല എന്നാ, എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് റബ്ബേ, വഅൻത അർഹമുർ റഹീമീൻ, നീ എല്ലാം റഹ്മത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. ആ കാര്യം സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്, മുഴുവനായിട്ട് ചോദിച്ചില്ല എന്നാ. നമ്മളൊക്കെ ഒരു ജലദോഷം വന്നാൽ തന്നെ എത്ര തോരക്കൂലേ, ആ ജലദോഷം മാറിക്കിട്ടണേ, ആ ഒരു ചെറിയൊരു വിരലിന് മുറിവായി കഴിഞ്ഞാൽ എന്തെല്ലാം നമ്മൾ ബേജാറാവും. സുബ്ഹാനല്ലാഹ്, അത്രയും വല്ലാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയ, അതാണ് അമ്പിയാഇൻ്റെ ഈമാനൊക്കെ വല്ലാത്ത ഈമാനാണ്. അത് അവരുടെയൊക്കെയുള്ള ഇത്തിബാ കൊണ്ട്, അവരുടെയൊക്കെയുള്ള മഹബ്ബത്ത് കൊണ്ട് അള്ളാഹു നമുക്കും പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. റബ്ബി ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തുടങ്ങാൻ കുറച്ചുള്ളൂ, 2 ആയത്തുകളെ ഇവിടെ കാണുന്നുള്ളൂ. അള്ളാഹു മൂസ നബിയെക്കുറിച്ച് പറയുന്നു, പിന്നെ മറ്റമ്പിയാക്കളിലേക്ക് കിടക്കുകയാണ്. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. മൂസ നബി അലൈഹിസ്സലാം റസൂലാണ്, നബിയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അസുഖം വന്നത്, മൂസ നബി എന്നാണ് ഞാൻ പറഞ്ഞത്, അത് മൂലയൊക്കെ പേച്ചതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ദുആയാണ്. ഇന്നഹു കാന, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ ഖേദിച്ചു മടങ്ങുന്ന ആളാണ് എന്നൊക്കെ അള്ളാഹു പ്രശംസിച്ച നബിയാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിനല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്. അയ്യൂബ് നബിയുടെ ദുആയാണത്. റബ്ബി ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. നമ്മുടെ തൊലിക്കൊക്കെ അസുഖമുണ്ടെങ്കിൽ, തൊലി സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഷിഫാക്ക് വേണ്ടി ഓതുന്ന ആയത്താണിത്. ആ ആയത്തോതി വെള്ളത്തിലൂതി കുടിക്കുന്നത് തൊലി സംബന്ധമായ അസുഖങ്ങൾക്ക് ഷിഫ ഉണ്ടാകും. അത് മുജറബാണ്, അനുഭവത്തിൽ ബോധ്യപ്പെട്ട സംഭവമാണ് എന്നൊക്കെ ആലിമീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റബ്ബി ഇന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. മൂസ നബി അലൈഹിസ്സലാം റസൂലായിരുന്നു, നബിയായിരുന്നു. അങ്ങനെ പറയാൻ കാരണം നബിയും റസൂലും മൊത്തത്തിൽ
ഒരു നബിക്ക് തന്നെ നമ്മൾ റസൂൽ എന്ന് പറയും, അല്ലെങ്കിൽ നബി എന്ന് പറയും. പക്ഷേ അതിൻ്റെ ശരിയായ വീക്ഷണത്തിൽ നബി, റസൂൽ എന്ന രണ്ട് വാക്കുകൾക്ക് രണ്ട് തരത്തിൽ അർത്ഥമുണ്ട് എന്ന് നമ്മൾ പണ്ടെന്നോ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരും റസൂലല്ല, എല്ലാ റസൂലുകളും നബിയാണ്. അള്ളാഹുന്ന് വഹി കിട്ടുന്ന ആളുകൾക്കൊക്കെ നബി എന്ന് പറയും. പക്ഷെ അള്ളാഹു തആല അത് പ്രബോധനം ചെയ്യണം എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അവരാണ് റസൂല്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായിരുന്നു എന്നാണ് പ്രബലമായ അഭിപ്രായം. ആദം നബി നബിയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവ്വലു മുർസലിൻ, നൂഹ് നബി അലൈഹിസ്സലാമാണ് അമ്പിയാക്കളിൽ ആദ്യത്തെ റസൂൽ എന്നാണ് പണ്ഡിതപക്ഷം. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി. നൂഹ് നബിയാണ് പബ്ലിക്കിനിടക്ക് ചെന്നിട്ട് ദഅവത്ത് ചെയ്തത്. ആദം നബി അലൈഹിസ്സലാം നുബുവത്ത് ലഭിച്ച നബിയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ വന്ന് പ്രബോധനം ചെയ്യൽ അവർക്ക് നിർബന്ധമല്ല, അവർ ചെയ്തെന്ന് വരും, പക്ഷെ അത് അവരുടെ ബാധ്യതയല്ല. മുർസലീങ്ങൾ, നബിമാർ രണ്ടും മൊത്തത്തിൽ നമ്മൾ ഒരുമിച്ച് എല്ലാവർക്കും പറയുമെങ്കിലും നബി എന്നത് വഹി ലഭിക്കുന്നവരാണ്, എന്തല്ല പ്രബോധനം ചെയ്യൽ നിർബന്ധമല്ല. ഇപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം റസൂലല്ല, നബിയാണ്. അങ്ങനെ അമ്പിയാക്കന്മാരിൽ റസൂലല്ലാത്ത ആയിരക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട്. ഔലിയാക്കന്മാരൊക്കെ ജീവിച്ചിരിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ജീവിക്കും. അവരുടെ കൂടെ ഒരുപാട് സജ്ജനങ്ങൾ, അവരിന്ന് എൽമ പഠിക്കും, ദീൻ പഠിക്കും, നല്ല ചര്യകൾ പഠിക്കും, അവരുടെ മുത്തബിഈങ്ങളായിട്ട് ജീവിക്കും. പക്ഷെ ആളുടെ ഇടയിൽ വന്ന് പുറത്തു വന്ന് പ്രബോധനം ചെയ്യേ, പ്രസംഗിക്കുകയെ, പ്രഭാഷണം ചെയ്യേ, അതൊന്നും അവർ ചെയ്തുകൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ഒരുപാട് അമ്പിയാക്കന്മാരുണ്ട് അള്ളാഹുവിന്. അതാണ് 1,24,000 അമ്പിയാക്കന്മാർ. അതിൽ 300 ചില്ലറ മുർസലീങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മുർസലീങ്ങൾ ഒരുപാട് കാലം ദഅവത്ത് ചെയ്യും, അവരുടെ നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, അതോടൊപ്പം തന്നെ റസൂലുമാണ്. അതുകൊണ്ടാണ് വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. ഇഖ്ലാസിൽ ഊട്ടപ്പെട്ട നബിയും റസൂലുമാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഇനി അല്ലാഹു പറയുന്നു, വനാദൈനാഹു മിൻ ജാനിബിത്തൂരിൽ ഐമനി വഖറബ്നാഹു നജിയ്യാ വവഹബ്നാ ലഹു മിർ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യാ. കഴിഞ്ഞു. മൂസ നബിയുടെ ചരിത്രം അവിടെ അവസാനിച്ചു. ഈ സൂറയിൽ ഇത്രയേ ഉള്ളൂ. വനാദൈനാ, മൂസ നബി അലൈഹിസ്സലാമിനെ നാം വിളിച്ചു. മിൻ ജാനിബിത്തൂരിൽ ഐമൻ. ഐമൻ എന്ന വാക്കിന് വലതുഭാഗം എന്നാണ് അർത്ഥം കൊടുക്കാറുള്ളത്. പക്ഷേ യുംന് എന്ന് പറഞ്ഞ ബറക്കത്ത് എന്ന അർത്ഥം. ഐമൻ എന്ന് പറഞ്ഞ കസീറുൽ ബറക്ക, നല്ല ഒരുപാട് ബറക്കത്തുള്ള ഒരു പ്രദേശം. മിൻ ജാനിബിത്തൂരിൽ ഐമൻ, ഏറ്റവും ബറക്കത്തുള്ള തൂർ താഴ്വരയുടെ ഭാഗത്ത് നിന്ന് മൂസ നബിയെ ഞാൻ വിളിച്ചു എന്ന് അല്ലാഹു തആല പറയാണ്. വഖറബ്നാഹു നജിയ്യ, അരികത്തേക്ക് കൊണ്ടുവന്ന് സംസാരിക്കുകയും ചെയ്തു അല്ലാഹു സുബ്ഹാനഹു. ഒരുപാട് അരികത്തേക്ക് അല്ലാഹു തആല ഖറബഹു ഷദീദൻ, വളരെ കൂടുതൽ അല്ലാഹുവിലേക്ക് അല്ലാഹു അടുപ്പിക്കുകയും ചെയ്ത നബിയാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹുവിനോട് സംസാരിച്ച ഭാഗമാണ് പറയുന്നത്. ഇനി പറയുന്നത് വവഹബ്നാ ലഹു മിർ റഹ്മതിനാ, നമ്മുടെ കരുണയാൽ നാം മൂസ നബിക്ക് ഔദാര്യമായി കൊടുത്തു. അഖാഹു ഹാറൂൻ, അവരുടെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നബിയൻ, അള്ളാഹിൻ്റെ നബിയാക്കി കൊടുക്കുകയും ചെയ്തു. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യവിഷമം കൊള്ളുന്നത് ഈ തുവാ താഴ്വരയുടെ അടുത്താണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ ഇന്ന് കാണപ്പെടും. അപ്പോൾ ആ താഴ്വരയുടെ ഭാഗത്തൊരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ട്. അവിടെ ബോർഡുകളും സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നബിയുല്ലാഹി ഹാറൂൻ, ദുരീഹ് നബിയില്ലാഹി ഹാറൂൻ, ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ മൗസ്ലിയം, അവരുടെ ഖബർ എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ സീനാ പർവ്വതത്തിൻ്റെ അടുത്ത്. നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് ഈജിപ്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈജിപ്തിൽ നിന്ന് കരമാർഗ സുയസ് കനാൽ എന്ന് പറയുന്ന കപ്പലൊക്കെ ഓടുന്ന മനുഷ്യനിർമ്മിത കനാലുണ്ടല്ലോ, അതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക, സീനാ മരുഭൂമിയിലേക്ക് കടക്കുക. സീനാ പ്രദേശത്തേക്ക് കടന്നാൽ ഒരു 800ഓളം കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്തിട്ട് വേണം സീനാ മരുഭൂമിയിലെത്തുന്നത്. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം. മരുഭൂമിയുടെ ഒരു മധ്യഭാഗമാണ്. ഒരുപാട് മലനിരകൾ കിടക്കുന്ന പ്രദേശം. സെയിൻറ്റ് കാത്തറിൻ ചർച്ച് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന സമയം
അപ്പോഴാണ് അള്ളാഹുവിനോട് സംസാരിച്ച മഹാത്ഭുതമുണ്ടായത്. അത് അള്ളാഹു സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്, സൂറത്തു ത്വാഹയിലുണ്ട്, സൂറത്തു നംലിലുണ്ട്, വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു തആല പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ഖളാ മൂസൽ അജല വസാറ ബിഅഹ്ലിഹി ആനസ മിൻ ജാനിബിത് തൂരി നാറാ قال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بخبر أو جذوة من النار لعلكم تصطلون فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أن يا موسى إني أنا الله رب العالمين وأن ألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى أقبل ولا تخف إنك من الآمنين فلما قضى موسى الأجل മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അവധികാലം മൂസ നബി അലൈഹി സ്വലാം പൂർത്തിയാക്കി വിട്ടിയപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ നാട്ടിൽ ഷുഐബ് നബിയുടെ മകൾ സഫൂറ ബീവിയെ കല്യാണം കഴിക്കാൻ മൂസ നബി അലൈഹി സ്വലാമിനോട് നിബന്ധന വെച്ചത് എന്തായിരുന്നു? 8 വർഷം ഖിദ്മത്ത് ചെയ്യണം, അത് 10 വർഷമാക്കി തന്നാൽ വളരെ റാഹത്തായി എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സഈദ് ബിൻ ജുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ജൂതൻ വന്ന് ചോദിച്ചു, അയ്യൽ അജലൈനി ഖദാ മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം 8 കൊല്ലമാണോ 10 കൊല്ലമാണോ ഷുഐബ് നബിയുടെ കൂടെ താമസിച്ചത്, എന്താണതിൻ്റെ കൃത്യമായ കാലഘട്ടം എന്ന് ചോദിച്ചു സഈദ് ബിൻ ജുബൈർ എന്ന താബിഴിയോട്. അപ്പോൾ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ ഉജീബുക ഹത്താ അസ്അല ഹബ്റൽ ഉമ്മ ഇബ്ൻ അബ്ബാസ്, ഈ ഉമ്മത്തിൻ്റെ പ്രഗത്ഭനായ ആലിം ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിക്കാതെ ഇതിന് ഞാൻ ഉത്തരം പറയുന്നില്ല. അങ്ങനെ മഹാനായ ഇബ്ൻ അബ്ബാസ് തങ്ങളുടെ അരികത്തേക്ക് പോകുന്നു. സഈദ് ഇബ്ൻ ജുബൈർ തങ്ങൾ ചോദിച്ച ജൂതനെയും കൊണ്ടിട്ട് അങ്ങനെ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എത്രയാണ് മൂസ നബി അലൈഹിസ്സലാം താമസിച്ചത്? അപ്പോൾ പറഞ്ഞു, അതമ്മഹുമാ വ അഫ്ദലഹുമാ ഫഇന്ന റസൂലല്ലാഹി ഇദാ ഖാല ഫഅൽ എന്ന് പറഞ്ഞു കൊടുത്തു മഹാനായ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതമ്മഹുമാ വ അഫ്ദലഹുമാ, ആ 2 കാലഘട്ടങ്ങളിൽ ഏറ്റവും പരിപൂർണമായതും ഏറ്റവും ശ്രേഷ്ഠമായതും. ഫഇന്ന റസൂലല്ലാഹ്, കാരണം അള്ളാഹുവിൻ്റെ നബി, അവിടെ മൂസ നബി അലൈഹിസ്സലാമിനെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് നബിയും ഇദാ ഖാല ഫഅല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും, പറഞ്ഞത് പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. മൂസ നബി അലൈഹിസ്സലാം താമസിച്ചത് 10 കൊല്ലമാണെന്നാണ് അല്ലാമ തൊബരി തങ്ങൾ വസാദ അഷ്റൻ, വീണ്ടും ഒരു 10 കൊല്ലം വീണ്ടും അവിടെ താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി വന്നപ്പോൾ ഷുഐബ് നബി പറഞ്ഞതാണ്, എൻ്റെ മക്കളിൽ ഒരാളെ, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈൻ അലാ അൻ തഅജുറനി 8 ഹിജജ് ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക് വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. മൂസ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, മോനെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മക്കളിൽ ഒരാളെ കല്യാണം കഴിച്ചു തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അലാ അൻ തഅജുറനി 8 ഹിജജ്, 8 വർഷം എന്ത് ചെയ്യണം, നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യണം, സേവനം ചെയ്യണം, എനിക്ക് അജീറായിട്ട് കൂലിക്കായിട്ട് ശമ്പളം കൊടുക്കും, എനിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 8 കൊല്ലം നിങ്ങൾ വേതനത്തിന് ജോലി ചെയ്യണം, 8 കൊല്ലം കഴിയാതെ പോകരുത്. നമ്മളൊരു വിസ അടിക്കുമ്പോൾ ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ, 1 കൊല്ലം 2 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കലൊരു നമ്മുടെ ബാധ്യതയാണ്. ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒരുപാട് ലീഗൽ ഒബ്ലിഗേഷൻ വരും അതിൻ്റെ പിന്നിൽ, അല്ലേ, നമ്മൾ വിസ ബ്രേക്ക് ചെയ്ത് പോകുമെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക്, 8 കൊല്ലം എൻ്റെ ആഗ്രഹമാണ്, 10 തന്നാൽ അത് നിങ്ങൾക്ക് വേണ്ട പോലെയായി. ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക് വമാ ഉരീദു അൻ അശുഖ അലൈക, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല കേട്ടോ. നമ്മളൊക്കെ ഇത് ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നാട്ടിൽ ചെന്നിട്ട് 2 മാസത്തെ ലീവിന് പോവുകയാണ്, കല്യാണം ആലോചിച്ചിട്ട്. അപ്പോൾ അമ്മോശം പറയാണ്, ഒരു 8 കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടിച്ചേരാന്ന് പറഞ്ഞാൽ എന്തിങ്ങനെ ഉണ്ടാവും? നമ്മൾ കാത്തിരിക്കുമോ? 8 കൊല്ലാണ് ഈ പറഞ്ഞത്, 8 മാസമല്ല. നിശ്ചയം കഴിഞ്ഞിട്ട് 6 മാസം തന്നെ കാത്തിക്കാൻ വയ്യ. 8 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു തരാം.
പറ്റുമോയെന്ന് ചോദിച്ചു. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ. നമ്മളീ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ്. നമ്മളീ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം കാര്യം പറഞ്ഞു, വമാ ഉരീദു അൻ അശുഖ അലൈക, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യപ്പെടും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടില്ല എന്ന് വരും ഒരാളുടെ നന്മ. പ്രത്യേകിച്ച് നമ്മുടെ വാപ്പാരൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു ഇത് അങ്ങനെ തന്നെയാണോ എന്നൊക്കെ സംശയം വരുന്ന വിഷയങ്ങളുണ്ടാവും. മുതിർന്നവരൊരു കാര്യം പറയുമ്പോൾ പിന്നീട് ബോധ്യപ്പെടും, ശരിയാണല്ലോ, അന്ന് ആ പറഞ്ഞത് ശരിയായിരുന്നല്ലോ. ഇപ്പോൾ പറയാണ്, പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് മൂസ നബിയെ. അപ്പോൾ 8 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ഖിദ്മത്ത് ചെയ്യണം. പിന്നെ 2 കൊല്ലം കൂടെ ആഡ് ചെയ്തൊരു 10 തന്നാൽ ഫമിൻ ഇൻദിക്, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ മൂസ നബി മറുപടി കൊടുത്തു, അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലൈ, ഈ 8 അല്ലെങ്കിൽ 10 ഈ രണ്ടാലൊരു കാലയളവിൽ ഞാൻ ഏത് പൂർത്തിയാക്കിയാലും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. കാരണം 8 വേണ്ടു, ഒന്നുകിൽ ഞാൻ 10 ചിലപ്പം ചെയ്തില്ല എന്ന് വരും. പക്ഷേ 8 കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാധ്യത തീർന്നല്ലോ. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ. ഷുഐബ് നബിയെ, നമ്മളീ പറയുന്ന എഗ്രിമെൻറ്റ് എഴുതി ഒപ്പിടൊന്നും സ്റ്റാമ്പ് ചെയ്യൊന്നും വേണ്ട, മുദ്രകടലാസൊന്നും വേണ്ട, നമ്മളീ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ്, മതി. ഇന്നൊക്കെ പേപ്പറിൽ അല്ലേ, പേപ്പർ ഉണ്ടാക്കി കള്ളത്തരത്തിൽ കൊണ്ടുവരാണ്. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ. ഇവിടെ വല്ലാത്തൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ സംഭവത്തിൽ. വാക്കിന് വില കൊടുക്കണം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എത്രയോ ഷെയർ ഹോൾഡേഴ്സ്, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ, അത്രയും കാലത്തെ ബാച്ചിലറായി ജീവിക്കുന്ന കാലത്തെ റൂമിലുണ്ടായിരുന്ന ഫ്രണ്ടാണ്, അങ്ങനെ പരിചയം ഇങ്ങനെ പരിചയം, ഒരുമിച്ച് സുബൈക്ക് വരെ പള്ളിക്ക് പോയിരുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളോട് പിന്നെ ഡോക്യുമെൻ്റ് വേണ്ടല്ലോ, ഇതാ നിൻ്റെ കച്ചവടത്തിന് 50% 30% ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സാധു കൊടുത്ത് ഒരു രേഖയുണ്ടാക്കി വെച്ചില്ലായിരുന്നു. പിന്നീട് പറയണു, നിനക്കൊന്നുമില്ല കേട്ടോ, അതിൻ്റെതാണ്. അങ്ങനെ കരഞ്ഞ് കണ്ണുനീര് കുടിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. എന്തേ സംഭവം എന്നറിയോ? വാക്ക് പാലിക്കണില്ല. ആ പറഞ്ഞത് അങ്ങനെയല്ലേ നമ്മൾ അന്ന് പറഞ്ഞത്, അതിന് തെളിവില്ലല്ലോ. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നമ്മൾ പറയുന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, അള്ളാഹു വിറ്റ്നസ്. നമ്മൾ എന്താ പറയുന്നത് അത് അള്ളാഹുവിന് അറിയാമല്ലോ. വേറെ രേഖൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ അത് ചെയ്തു വെക്കണം, രേഖ ചെയ്തു വെക്കണേ. നമ്മളറിയാം സൂറത്തുൽ ബഖറയിലെ ഏറ്റവും നീളമുള്ള ആയത്തുൽ മുദായന, കടം വാങ്ങിക്കുമ്പോൾ എഴുതി വെക്കണം, സാക്ഷി വേണം എന്ന് പറയുന്നതാണ്. കാരണം ഇന്ന് വഞ്ചന സാധ്യത കൂടുതലുള്ള കാലമാണ്. മനുഷ്യൻ വാങ്ങിയിട്ടില്ല എന്ന് പറയും, തന്നിട്ട് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറയും, നിഷേധിക്കുന്ന കാലമാണ്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയും ചെയ്യും. വല്യമ്മ മരിക്കണ വരെ മുണ്ടില്ല. വല്യമ്മ മരിച്ചിട്ട് വല്യമ്മ അന്ന് കിടക്കുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞതാ, ഈ 10 സെൻറ്റ് എനക്കാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. വല്യമ്മാനോട് ചോദിക്കാൻ പറ്റുമോ? വല്യമ്മാൻ്റെ വായെന്ന് വരെ വർത്താനം പറഞ്ഞ് തിരിയാത്ത പ്രായത്തിൽ ആ കടത്തത്തെ വല്യമ്മ 2-3 കൊല്ലം കടന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓളോട് സ്വകാര്യം പറഞ്ഞിക്കണമല്ലോ, ഈ പോരും പറമ്പൊക്കെ നിനക്കാണ്, എന്നെ നോക്കിയത് നീയല്ലേ എന്ന്. ഇത് വേറെ ആരെയും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഈ പച്ച നുണകളൊക്കെ ഉണ്ടാകുന്ന കാലമായതുകൊണ്ട് ഇന്ന് രേഖ നിർബന്ധമാണ്, അടിയന്തരമാണ്. പക്ഷേ മുസ്ലിമായ മനുഷ്യൻ നാവ് കൊണ്ട് കളവ് പറയില്ല. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾക്ക് അബുൽ അലാ ഇൽ മഅരിയുടെ, അതായത് ഇന്നത്തെ സൗദി അറേബ്യയുടെ ഖസീം എന്ന് പറയുന്ന പ്രദേശം, അന്ന് ബഹ്റൈൻ എന്നറിയപ്പെടുക, അതാണ് അന്നത്തെ ബഹ്റൈൻ, ഇന്നത്തെ ബഹ്റൈൻ അല്ല. ആ ഭാഗത്ത് നിന്ന് അബുൽ അലാ ഇൽ മഅരിയുടെ, അന്ന് അദ്ദേഹമാണ് അവിടുത്തെ ഗവർണർ. അവിടുത്തെ സക്കാത്തിൻ്റെ സ്വത്ത് വന്നപ്പോൾ, ഇസ്ലാമിൻ്റെ ഖജനാവിലേക്ക് വേറെയും ഒരുപാട് സമ്പത്ത് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി. സ്വഹാബികളെ, അള്ളാഹിൻ്റെ റസൂല് നിങ്ങളോട് എന്തെങ്കിലും നബിതങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞോളൂ, ഞാൻ തരാം. നബിതങ്ങൾ വഅദക്കും വഅദൻ, ആരോടെങ്കിലും ഓറലി നബിതങ്ങൾ ശഫവിയായിട്ട് വായിലൂടെ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച രേഖയില്ല, വാക്കാൽ എന്തെങ്കിലും നബിതങ്ങൾ തരാൻ ഉദ്ദേശിക്കുകയും തരാമെന്ന് പറയുകയും ചെയ്ത് അത് നബിതങ്ങൾക്ക് തരാൻ കഴിയാതെ തങ്ങൾ വഫാത്തായി പോയതാണെങ്കിൽ എന്നോട് വന്ന് പറയണം, ഞാൻ തരാം. അങ്ങനെയൊക്കെ ഉണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു, ജാബിർ തങ്ങൾ വരുന്നു, സിദ്ദീഖ് തങ്ങളെ അല്ലാഹുവിൻ്റെ റസൂലൻ എനിക്ക് അന്നൊരു സഹായം ചെയ്തു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സമ്പത്തിലെ ഇൻ ജാഅനി മാലുൻ, എനിക്ക് സമ്പത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് 3 തവണ നബിതങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖ് എന്നവരെ. സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറയാം, ഓരോ കോരലിനും 500 ദീനാർ വെച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് കൊടുത്തു. 3 തവണ 1500 ദീനാർ.
അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചില്ല എന്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജാബിർ തങ്ങൾ ഈ പറഞ്ഞത് തെളിവുണ്ടോ, വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. എന്തേ കാരണം? ചോദിക്കേണ്ട ആവശ്യമില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എന്തുകൊണ്ടായിരുന്നു 8 കൊല്ലം എന്ന് ഷുഐബ് നബി പറഞ്ഞത്? നമ്മൾ പണ്ടെന്നോ പറഞ്ഞിട്ടുണ്ട്. അതായത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നബിയുല്ലാഹി ഷുഐബ് അലൈഹിസ്സലാം. ഒരു കുറ്റം ചെയ്തിട്ട് 8 കൊല്ലം പ്രതി ഒളിവിൽ പോയി കഴിഞ്ഞ് 8 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ പിന്നെ ആ പ്രതിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് ഈജിപ്തിൻ്റെ ഒരു അലിഖിത നിയമമുണ്ടായിരുന്നു. ആ നിയമമുണ്ടായതിൻ്റെ പേരിലാണ് ഷുഐബ് നബി അലൈഹിസ്സലാം 8 കൊല്ലം പിടിച്ചു വെച്ചത്. കാരണം മൂസ നബി അലൈഹിസ്സലാം ഒരു ഹി വാസ് ചേസ്ഡ് ആഫ്റ്റർ, അല്ലേ? ഫിർഔൻ്റെ പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങാനും ഈജിപ്തിലേക്ക് കടന്നാൽ അവരെ പിടിച്ചുകൊണ്ടുപോകും, ജയിലിലടക്കും. അപ്പോൾ അങ്ങനെ ഒരു 8 കൊല്ലം നിർബന്ധമായി മൂസ നബി മാറി നിൽക്കണം. പക്ഷേ ഷുഐബ് നബി അലൈഹിസ്സലാം അത് പറഞ്ഞു കൊടുത്തില്ല, കാരണം പറഞ്ഞു കൊടുത്തില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. നിങ്ങളോട് 8 കൊല്ലം എന്ന് ഞാൻ നിഷ്കർഷിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അത്രയും കാലം നിങ്ങളെ ഞാൻ കാത്തുവെക്കുന്നതിന് ഞാൻ നിങ്ങളോട് അശുഖ അലൈക്ക്, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല കേട്ടോ, ഞാൻ നിങ്ങളോട് നന്മ ചെയ്യുകയായിരുന്നുവെന്ന് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഷുഐബ് നബിക്ക് ഒരു കാര്യം കൂടെ അറിയണം. മൂസ നബി അലൈഹി സ്വലാം ക്ഷമിക്കാൻ കഴിയുമോ? ഒരു മരുവനായിട്ട് വരാൻ പോണ ആളല്ലേ. ആ സീക്രട്ട് വെളിവാക്കി കൊടുക്കാതെ ഇതിൽ നന്മയുണ്ട് എന്ന് മാത്രം പറയുന്നുള്ളൂ. അത് എന്താണെതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടില്ല ഷുഐബ് നബി അലൈഹി സ്വലാം. അത് ക്ഷമയോടുകൂടെ സ്വീകരിക്കാൻ പറ്റുമോ? ഒരു തരം ലിസണിങ് ഹാബിറ്റ് ഉണ്ടോ? ഒരു തരം എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ നിർദ്ദേശത്തെ മൂസ നബി അലൈഹി സ്വലാം തള്ളിക്കളയോ? ഒരൊറ്റ കണ്ടീഷൻ പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. ഞാൻ സ്വാലിഹായ ഒരു മനുഷ്യനാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളല്ലെന്ന് പിന്നീട് ബോധ്യപ്പെടും കേട്ടോ. 8 കൊല്ലം നിൽക്കാൻ പറ്റുമോ? നമുക്കൊക്കെ നിൽക്കാൻ പറ്റുമോ നമ്മൾ കാരണം ബോധ്യപ്പെട്ടാൽ, അല്ലേ? കാരണം അറിയാതെ നമ്മൾ നിൽക്കുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് എന്ന് നമുക്ക് കാരണം അറിയണ്ടേ? സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടിലേക്ക് ലീവിന് പോകാൻ ചോദിച്ചു, മലയാളി പറഞ്ഞു പോകാൻ പറ്റൂല. നമുക്കറിയണം എന്തുകൊണ്ട് എന്നറിയണം. അപ്പോൾ ഇവിടെ ആളുണ്ടാവും, അപ്പോൾ പറയുന്നത് വേറെ ആളാക്കിത്തരാം, അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ല വേറെ വിഷയമുണ്ട്, അപ്പോൾ ഞാൻ വേറെ ആൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തുക. അല്ല വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പോകുമ്പോഴേ ചെയ്ത് വെച്ചേക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷേ ആൾ കാരണം പറയണില്ല, നോ ലീവ്, പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു വിമ്മിഷ്ടം തോന്നും മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലേ? മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലെ വലിയ അത്ഭുതം അതാണ്. കടലിന് മുമ്പിൽ ചെന്ന് വെട്ടപ്പോഴാണ് അല്ലാഹു തആല ഇദ്രിബ് ബിഅസാകൽ ബഹർ, ആ വടി കൊണ്ട് കടലടിക്കുന്നു മൂസ നബിയെ. ആ കടലിലടിച്ചിട്ട് എങ്ങനെ ബോട്ട് ഉണ്ടാവുമോ? കപ്പലില്ല, കപ്പൽ കാത്തിരിക്കുകയാണ് അവർ. ഒരിക്കലും ഈ കടലിങ്ങോട്ട് പിളരാൻ പോവുകയാണെന്ന് മൂസ നബി അലൈഹി സ്വലാം ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. കടലിൻ്റെ മുമ്പിലല്ലേ ഉള്ളത്. ബനു ഇസ്രായേലുകൾ മൂസ നബി അലൈഹി സ്വലാമിനെ കുറ്റം പറയാം. മൂസ നബിയെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി, അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ കുടുക്കിയതാണ് മൂസ നബിയെ. ഈ വഴി അറിയാത്ത നിങ്ങൾ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളുടെ മുമ്പിൽ കപ്പലില്ല, ഒന്നുമില്ല, ഫറോവയും ആളുകളും നമ്മളെ പിടിക്കാൻ വരുന്നു, ഇനി എന്തു ചെയ്യും? അപ്പോഴാണ് മിണ്ടാണ്ടിരിക്കൂ, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ അള്ളാഹു ഉണ്ട്, എൻ്റെ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ അള്ളാഹു തആല പറയണ ഒരൊറ്റ വാക്ക്, ഇദ്രിബ് ബിഅസാകൽ ബഹർ, ആ കടലിൽ നിങ്ങളുടെ കയ്യിലെ വടി കൊണ്ട് അങ്ങ് അടിക്കൂ എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹി സ്വലാം ഒരു സെക്കൻഡ് ആലോചിച്ചിരുന്നെങ്കിൽ ആ മുഅ്ജിസത്ത് നടക്കില്ലായിരുന്നു. ഞാൻ എന്തിനാപ്പം അടിക്കണത്? ഈ വെള്ളത്തിലോ ഈ വടിയോ അടിച്ചിട്ട് എന്ത് അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ ആ മുഅ്ജിസത്ത് അവിടെ നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് മുഫസ്സിരീങ്ങൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറഞ്ഞു അടിച്ചു. ആ അടിയാണ് പിന്നെ എക്സോഡസ് എന്ന് പറഞ്ഞ വലിയ സംഭവമായിട്ട് മാറിയത്. കടലങ്ങ് പിളർന്നു നിന്നു, വഴിയായി നിന്നു, കരയിലൂടെ സമുദായം ബനു ഇസ്രായേലുകൾ അക്കരെ പറ്റിയാണ്. അതൊക്കെ ആ ഒരു ഇത്തിബാഅാണ്, ആ പറയുന്നതിൽ ശരിക്കും അനുസരിക്കുക എന്ന് പറഞ്ഞ്. നമ്മളൊക്കെ ദീനിൻ്റെ വിഷയത്തിൽ പോലും പല ആളുകളും എനിക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ എന്ന് വെറുതെ പറയുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ്. ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്, ആലിമീങ്ങൾ അത് വിശദീകരിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു സംശയം തോന്നാൻ പാടില്ല. അതാണ് ഇത്തിബാഅ്. അതിനാണ് ഇത്തിബാഅ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു തരം യുക്തിവാദികളായി മാറും. എൻ്റെ യുക്തിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയല്ലല്ലോ. ഖുർആനും ഹദീസും ഇത് ദീനാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ യുക്തിയെ മാറ്റിവെക്കണം.
പിന്നെ അവിടെ യുക്തിയില്ല. അവിടുത്തെ നമ്മൾ അത് ഷർആണോ ഷർഇൻ്റെ ഭാഗമാണോ എന്നറിയാനാണ് യുക്തി ഉപയോഗിക്കേണ്ടത്. ഷർആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖലാസ്, ഇത് അള്ളാഹു അങ്ങനെ പറഞ്ഞു, ആമന്ന വസല്ലംന, ഞങ്ങളത് വിശ്വസിച്ചു, ഞങ്ങളത് അംഗീകരിച്ചു, അതിനപ്പുറത്തേക്ക് വേറെ വർത്തമാനമില്ല. അതാണ് ഇത്തിബാ. ഇത് കാണിച്ച നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഫലമ്മാ ഖളാ മൂസൽ അജല സാറ ബിഅഹ്ലിഹി മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഭാര്യയുടെ കൂടെ മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. മൂസ നബിക്ക് 2 മക്കളായിരുന്നു. 2 മക്കളും ഒരു ഭാര്യ സാറ ബീവി, സഫൂറ ബീവി, 2 പേരെയും കൊണ്ട് 2 മക്കളും ഭാര്യയും അടക്കം മൂസ നബി അടക്കം 4 പേർ സാറ ബി അഹ്ലിഹി മരുഭൂമിയിലൂടെ നടന്നു പോരാൻ രാത്രിയിൽ. മൂസ നബി അലൈഹി സ്വലാം രാത്രിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നതെന്ന്. അത് മൂസ നബി അഷദ്ദ ഹയാഅൻ, വല്ലാത്ത ലജ്ജയുള്ള ആളായിരുന്നു നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാം. തൻ്റെ ഭാര്യയോ കുടുംബങ്ങളോ ആരും കാണണ്ട, അത് രാത്രിയാകുമ്പോൾ ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് രാത്രിയെ മൂസ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യുമായിരുന്നുള്ളൂ. രാത്രിയാണ് പോവുക, അതാരും അറിയണ്ട, ആരും കാണണ്ട. അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഹയാ ഉള്ള നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാം. അന്ന് രാത്രി വലിയ തണുപ്പും നല്ല കൂരിരുട്ടും കാരണം അവർക്ക് നടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുകയാണ്. അവർക്ക് മനസ്സിലായില്ല ഏത് വഴിക്കാണ് പോവേണ്ടത്. നല്ല കൂരിരുട്ട്, വെളിച്ചം കിട്ടുന്നില്ല, നല്ല തണുപ്പും. മൂസ നബി അലൈഹിസ്സലാം അപ്പോഴാണ് പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിന്ന്, തൂർ എന്ന് പറഞ്ഞ പർവ്വതം എന്നാ, സീന പർവ്വതം, അതാണ് തൂർ സൈന. പിന്നെ തൂർ സൈന പർവ്വതം എന്ന് പറയണ്ട, പോസ്റ്റും കാലേറണമാര് പറയണ്ട. തൂർ എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതം എന്നാണ് അർത്ഥം. അങ്ങനെ വേണ്ട, രണ്ടൊന്നാണ്. സീന പർവ്വതം, തൂർ സൈന അല്ലെങ്കിൽ സീന പർവ്വതം. ആ പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിന്ന് മൂസ നബി അലൈഹിസ്സലാം ഒരു തീ കണ്ടു. മൂസ നബി കണ്ടു. ഖാല ലി അഹ്ലിഹിം കുസൂ, ഭാര്യയോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. ഇന്നി ആനസ്തു നാറാ, ഞാനൊരു തീ കണ്ടിട്ടുണ്ട്. അപ്പം കുടുംബം കണ്ടിട്ടുണ്ടോ? ഭാര്യ കണ്ടോ ആ തീ? ഇല്ല എന്നാ. മക്കളും കണ്ടിട്ടില്ല. ഇത് തീയല്ലല്ലോ, ഇത് അള്ളാഹുവിൻ്റെ നൂറല്ലേ, അതെല്ലാ കണ്ണുകൊണ്ടും കാണാൻ കഴിയില്ല. മൂസ നബിയെ കണ്ടിട്ടുള്ളൂ. ഭാര്യ മക്കളൊക്കെ കൂടെ ഉണ്ട്, പക്ഷെ ആ തീ ഇവർക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മൂസ നബി കണ്ടു എന്ന് പറയാൻ. ഇന്നി ആനസ്തു നാറാ ലഅല്ലി ആതീകും മിൻഹാ ബിഖബർ ഔ ജദ്വതിൻ മിനൻ നാരി ലഅല്ലകും തസ്തലൂൻ. തീ കാണുമ്പോൾ അവിടെ ആളുകളുണ്ടാവും. മരുഭൂമിയിലൊക്കെ തീ കത്തിച്ച് വെച്ചാൽ യാത്രാസംഘം ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്ന് അതിനർത്ഥം. അപ്പോൾ അവിടെ ചെന്നാൽ ഏത് വഴിക്കാണ് പോവേണ്ടത് എന്ന് വഴി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് മുസഫിക്ക് പോണ ദൂരമല്ല. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ അല്ലൈൻ റൂട്ടിൽ എത്താന്നല്ല ഈ ദൂരം. മൂസ നബിക്ക് ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തണം. 1000 കിലോമീറ്റർ മരുഭൂമിയിലൂടെ പോകണം. 1000-ലേറെ കിലോമീറ്റർ വരും. ബോർഡറിന് നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഫലസ്തീൻ്റെ ആ ഒരു ബോർഡറിൽ നിന്ന് ഈജിപ്തിലേക്ക് എത്തുമ്പോഴേക്കും ബസ്സിന് വേണം ഒരു 18 മണിക്കൂർ, ഫാസ്റ്റ് ഓടുന്ന ബസ്സിന്. അത്രയും ദൂരെത്തിയാലേ നമ്മൾ 18 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോഴേ അങ്ങോട്ട് കെയ്റോയിലേക്ക്, ഈജിപ്തിലേക്കാണ് കടക്കാൻ പറ്റുള്ളൂ. ആ ഒരു ദൂരം 2 മക്കളെയും ഭാര്യയെയും കുറച്ച് ആട്ടിൻകുട്ടികൾ കൂടെ ഉണ്ട്. മൂസ നബി വളർത്തിക്കൊണ്ടുവന്ന അന്നത്തെ സമ്പാദ്യമാണ്. അപ്പോൾ സമ്പാദ്യമായിട്ടാണ് വരുന്നത്. ആ ആട്ടിൻപറ്റങ്ങളുമായിട്ടാണ് വരുന്നത്. എത്ര ദൂരം യാത്ര ചെയ്യണം? ആ യാത്രയോ മൂസ നബി രാത്രിയേ ചെയ്യുള്ളൂ. പകൽ മൂസ നബിയുടെ ഫാമിലി കുട്ടികളൊന്നും ആരും കാണണ്ടെന്ന് വിചാരിച്ച് രാത്രി യാത്രയുള്ളൂ. ആ യാത്രയിൽ വഴിതെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു തീ കാണുന്നപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അവരോട് ചോദിച്ചാൽ വഴി അറിയാലോ. ഒന്നുകിൽ ഞാൻ അവരോട് വഴി ഏതാണെന്ന് വിവരം വാങ്ങിക്കാം, ഔ ജദ്വതൻ മിനന്നാർ ലഅല്ലകും തസ്തലൂൻ, അല്ലെങ്കിൽ ഒരല്പം തീ, ഒരു ചൂട്ട് കത്തിക്കുക എന്നൊക്കെ പറയില്ലേ, ഇച്ചിരി തീ കിട്ടിയാൽ നമുക്കൊന്ന് തീ കായാമല്ലോ, നല്ല തണുപ്പല്ലേ, ഒന്ന് തീ കായാം, ഈ കൊടും തണുപ്പിൽ നമുക്കൊന്ന് ചൂട് പിടിക്കാം, അങ്ങനെ ഞാൻ കുറച്ച് തീ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നിൽക്കണേ എന്ന് പറഞ്ഞു എന്നാ. ഇതിൽ മുഫസ്സിരീങ്ങൾ വേറൊരു കാര്യം പറയും, നമ്മുടെ ഫാമിലിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തിന് ഒരു ഹാംഫുള്ളായിട്ടൊരു വിഷയം വരരുത്. തീയാണ്, നമുക്ക് എല്ലാവർക്കും പോവല്ലേ എന്നല്ല പറയാം. കുട്ടികളൊക്കെ അവിടെ ചെന്നാൽ ഇപ്പോൾ അതിലേക്ക് എടുത്ത് ചാടിയാലോ, അത് ശരിക്കുള്ള തീയാണെങ്കിൽ. മൂസ നബിയുടേത് അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുസു, നിങ്ങളിവിടെ നിൽക്കീൻ, ഞാൻ പോയിട്ട് വരാം. ഒരു ഡേഞ്ചറുള്ള വിഷയമായി കഴിയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഫാമിലിയെ എൻഡേഞ്ചർ ചെയ്യരുത്. അവരെ അപകടത്തിലേക്ക് ചാടുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് സേഫ്റ്റി കൊടുക്കണം. അങ്ങനെ ഒരു മെസ്സേജും കൂടെ മൂസ നബിയുടെ ഈ സംഭവത്തിലുണ്ടെന്ന്. നിങ്ങളിവിടെ നിൽക്കണേ, ഞാൻ പോയിട്ട് വരാം.
فلما أتاها نودي من شاطئ الوادي الأيمن في البقعة المباركة من الشجرة أي يا موسى إني أنا الله رب العالمين. فلما أتاها ആ തീയിൻ്റെ അടുത്ത് മൂസ നബി അലൈഹിസ്സലാം എത്തിയപ്പോൾ നൂദിയ മിൻ ഷാത്വിഇൽ വാദിൽ ഐമനി ഫിൽ ബുഖഅത്തിൽ മുബാറക, ആ സ്ഥലം ബറക്കത്തുള്ള സ്ഥലം, ഫിൽ ബുഖഅത്തിൽ മുബാറക, ബറക്കത്തുള്ള സ്ഥലം, അൽ വാദിൽ ഐമൻ, ഒരുപാട് ബറക്കത്തുള്ള ഒരു താഴ്വര, ഒരു പർവ്വതത്തിൻ്റെ കുന്നിലല്ല, കുന്നിൻ്റെ താഴെയാണ്, തൊട്ട് ബേക്കിൽ പർവ്വതം. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ ബേക്കിൽ വലിയ പർവ്വതമാണ്, പക്ഷേ കുറച്ച് മീറ്ററുകളേ ഉള്ളൂ കഴിഞ്ഞാൽ പർവ്വതമാണ്. അപ്പോൾ താഴ്വരയാണത്, നിരപ്പ് പ്രദേശമാണ്. അൽ വാദിൽ ഐമൻ, അത് വലതുള്ള വാദിയാണ് എന്ന് പറയുന്നു. അങ്ങനെ അത് ബറക്കത്തുള്ള വാദിയാണ്. രണ്ടർത്ഥമുണ്ട്. മിനശ്ശജറ, ആ ഒരു വൃക്ഷത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെട്ടു, വൃക്ഷത്തിൽ നിന്ന്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ വലതുഭാഗത്ത് ഈ വൃക്ഷമാണെങ്കിൽ മൂസ നബി മുന്നിടുന്നത് ഖിബിലയിലേക്കായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാണ് ആ വലതുഭാഗത്ത് എന്ന് പറയാൻ കാരണം. അതല്ല, ആ ഐമൻ എന്ന് പറഞ്ഞത് യുംന എന്ന വാക്കിൽ നിന്നാവണം. ബറക്കത്ത് എന്നാണ് ഇതിനർത്ഥം. യമാൻ എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള ആള്, ഐമൻ നല്ല ബറക്കത്തുള്ള ആള്. ആൺകുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റും. യമീൻ വലത് എന്ന് പറയുമ്പോൾ തന്നെ ബറക്കത്ത് ഉള്ളത്, ഐശ്വര്യമുള്ളത് എന്നൊക്കെയാണ് അതിൽ തന്നെ അർത്ഥമുള്ളത്. അപ്പോൾ ഫലമ്മ അഥാഹ, മൂസ നബി അലൈഹിസ്സലാം നടന്നു വരികയാണ്. നൂദിയ മിൻ ഷാത്വിഇൽ വാദിൽ ഐമൻ, ആ വലതുഭാഗത്തെ താഴ്വരയിൽ നിന്ന് വിളിച്ചു പറയപ്പെടുന്നു. ആ താഴ്വര എവിടെയാണ്? ഫിൽ ബുഖഅത്തിൽ മുബാറക, വളരെ ബറക്കത്തുള്ള ഒരു പ്രദേശം. മിനശ്ശജറ, ഒരു വൃക്ഷത്തിൽ നിന്ന്. ആ വൃക്ഷം വളരെ ചെറിയ മുള്ളുള്ള, ഇങ്ങനെ വള്ളി പോലെ നിൽക്കുന്ന, വള്ളി പോലെ ഇങ്ങനെ ഒരുപാട് വള്ളികൾ താഴേക്ക് നിൽക്കുന്ന പോലെയുള്ള ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം എന്നും അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ വൃക്ഷം ഉണങ്ങിപ്പോയിട്ടില്ല എന്ന്. സുബ്ഹാനല്ലാഹ്. ഈജിപ്തിലേക്കൊക്കെ അങ്ങനെ ഹോളി ലാൻഡ് യാത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ആ വൃക്ഷം ഒരു ചർച്ചിൻ്റെ അകത്താണുള്ളത്, കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടെ ക്രിസ്തീയ ദേവാലയമുണ്ട്, ഒരു ചെറിയ പള്ളിയുണ്ട്. അവിടെ ഭരണം നടത്തിയ ഒരുപാട് ഭരണാധികാരികളും ഖിസ്സീസുമാർ, അവിടുത്തെ പുരോഹിതന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്ന് കിട്ടിയ എല്ലും തലയോട്ടി, ഒരു റൂം നിറയെ തലയോട്ടികളുണ്ട് അവിടെ. അതവർ പണ്ട് കാലം മുതലേ, മൂസ നബിയുടെ ആ ഒരു കാലം മുതലേ അവിടെ ദേവാലയമുണ്ട്. അവിടെ ജോലി ചെയ്ത ആളുകളുടെ സ്മരണക്ക് ആ മരിച്ചുപോയവരുടെ തലയോട്ടി എല്ലൊക്കെ എടുത്തിട്ട് ഒരു റൂമിൽ ഒരു മ്യൂസിയമാക്കി വെച്ചിട്ടുണ്ട്. തലയോട്ടികളുടെ ഒരു കൂമ്പാരം, വലിയ വലിയ അവിടുത്തെ പോലെ മശായിഖന്മാരാണത്, ആരുടെ? ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയുണ്ട്, അവിടെ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഒരു ചെറിയ, വളരെ ചെറിയ സ്ഥലമാണ്, നമുക്ക് നടന്ന് കാണാൻ പറ്റും. പഴയ പുരാതനമായൊരു ദേവാലയം, ക്രിസ്തീയ ദേവാലയമുണ്ട് അവിടെ. ക്രിസ്ത്യാനികളാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ആ വൃക്ഷം എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പറയുന്നു മിനശ്ശജറ, ആ ഒരു വൃക്ഷത്തിൽ നിന്ന് വിളിച്ചു പറയപ്പെടുകയാണ്. മൂസ നബി അടുത്തേക്ക് എത്തുന്നു. അപ്പോൾ ഒരു വൃക്ഷത്തിൽ നിന്നാണ് വെളിച്ചം കൂടിക്കൂടി വരുന്നു, ഒരുപാട് വെളിച്ചം വരുന്നു. ആ വൃക്ഷമാണെങ്കിലോ പച്ചപ്പ് കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വൃക്ഷമാണ് എന്ന് വിചാരിച്ചുകൂടാ. ചെറിയ വൃക്ഷം, അത് ഒരു ചെടിയാണത്. ആ വൃക്ഷം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ കമ്പെടുത്തിട്ട്, നമ്മുടെ ഗൈഡ് പറഞ്ഞു, അതിൻ്റെ ചെറിയ കമ്പെടുത്തിട്ട് ഒരുപാട് പല സ്ഥലങ്ങളിലും ക്രിസ്തീയ ദേവാലയങ്ങളുടെ മുറ്റത്തെ കൊണ്ടുപോയി ഇവർ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ പല ഭാഗത്തെയും കൊണ്ടുപോയിട്ടുണ്ട്. എവിടെയും ഈ വൃക്ഷം ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെ ഒരു പൊട്ടിമുളക്കുന്ന ഒരു തരത്തിലുള്ളതല്ല. ഈ വൃക്ഷം ഉണങ്ങിയിട്ടുമില്ല. ഒരു നനച്ചു കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെ ആ വൃക്ഷം അവിടെ ഇന്നും നിലനിൽക്കുകയാണ്. അത് നമുക്ക് അടുത്ത് അരികത്തേക്ക് തൊടാൻ കഴിയില്ല, പക്ഷേ ഏകദേശം ഒരു 2-3 മീറ്റർ ഇപ്പുറത്ത് നിന്ന് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ആ വൃക്ഷത്തിൽ നിന്നാണ് ഇപ്പോഴും ഒരു ഉണങ്ങിയ ഇല പോലും കാണാൻ കഴിയില്ല, വളരെ പച്ചപ്പായി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു ഖുദ്റത്താണ്. അള്ളാഹുവിൻ്റെ കലാം ഉണ്ടായ ഒരു വൃക്ഷമാണത്. തഹ്തസ്. അപ്പോൾ യാ മൂസ, അവിടെ നിന്ന് വിളിച്ചു പറയാൻ, യാ മൂസ, മൂസ നബിയെ, ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാൻ അള്ളാഹുവാണ് മൂസ നബിയെ. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. ലോകങ്ങൾ, ഇപ്പോൾ യൂണിവേഴ്സ് അല്ല, മൾട്ടിവേഴ്സാണെന്നാണ് പറയാം. ഒന്നിലേറെ ലോകങ്ങളുണ്ട് എന്ന് ഇന്ന് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സ് എന്നുള്ള പ്രയോഗം പോലും തിരുത്തണം എന്നല്ല, പക്ഷേ അത് മൾട്ടിവേഴ്സാണ്. ഒരുപാട് ലോകങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് ലോകങ്ങളാണ്.
ഇന്നി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ് മൂസ നബിയെ, റബ്ബുൽ ആലമീൻ, ഈ ലോകങ്ങളുടെ രക്ഷിതാവ് ഞാനാണ്. വഅൻ അൽഖി അസാക്, കയ്യിലുള്ള വടി അങ്ങ് താഴെയിട്ടേക്കണം മൂസ നബിയെ. ആ വടി താഴെയിട്ടു. ഫലമ്മാ റആഹാ തഹ്തസ്സു കഅന്നഹാ ജാൻ. ജാൻ എന്ന് പറഞ്ഞാൽ പാമ്പുകളിൽ, സർപ്പങ്ങളിൽ നല്ല ഭീകര രൂപമുള്ള, വായു തുറന്ന് മനുഷ്യനെ കടിക്കുമോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള വലിയ ഒരു തരം പാമ്പുകൾക്ക് ജാൻ എന്ന് പറയാറുണ്ട്. ജിന്ന് എന്ന വാക്കാണത്, പക്ഷേ ജിന്ന് എന്നല്ല ഇവിടെ അർത്ഥം. പാമ്പുകളിൽപ്പെട്ട ഭീമാകാരിയായ ഒരു സർപ്പമായിട്ട് ആ വടി രൂപാന്തരപ്പെടുകയാണ്. കഅന്നഹാ ജാന്നുൻ വല്ലാ മുദ്ബിറാ. മൂസ നബി അലൈഹിസ്സലാം പിന്നോട്ടോടി. വലം യുഅഖിബ്, പിന്നെ അവിടെ നോക്കി നിന്നില്ല, പേടിച്ചോടുകയാണ്. യാ മൂസ, മൂസ നബിയെ, അഖ്ബിൽ, മുമ്പോട്ട് വരണം. വലാ തഖഫ്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഇന്നക മിനൽ ആമിനീൻ, നിങ്ങൾ സുരക്ഷിതനാണ്. ഉസ്ലുക് യദക ഫീ ജൈബിക്, നിങ്ങളുടെ കൈ നിങ്ങളുടെ ആംപിറ്റിൽ വെക്കുക, നിങ്ങളുടെ കക്ഷത്തിൽ വെച്ചേക്കുക. തഖ്റുജു ബൈളാ, അത് എടുക്കുമ്പോൾ നല്ല അതിശക്തമായ വെളിച്ചം. മിൻ ഗൈരി സൂഇൻ, ആ വെളിച്ചം കൊണ്ട് ആർക്കും പ്രയാസം ഉണ്ടാവില്ല. വൽമും ഇലൈക ജനാഹക മിനർ റഹ്ബ്, പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ആ കൈവച്ചാൽ മതി, പേടി പോകും. അങ്ങനത്തെ ഒരു മഹാത്ഭുതം അല്ലാഹു മൂസ നബിക്ക് നൽകി. ഫദാനിക ബുർഹാനാനി മിർ റബ്ബിക ഇലാ ഫിർഔൻ, ഫിർഔന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന 2 ദൃഷ്ടാന്തങ്ങളാണിത്, ഈ വടിയും പ്രകാശിക്കുന്ന കൈയും. മൂസ നബി അലൈഹി സ്വലാം എപ്പോൾ വേണോ ആ കക്ഷത്തിൽ വെച്ചാൽ കൈ കാണും, പ്രകാശം. പിന്നെ മൂസ നബിക്ക് രാത്രി നടക്കാൻ വെളിച്ചത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين. ഫിർഔന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ദൃഷ്ടാന്തങ്ങളാണിത് മൂസ നബിയെ. അള്ളാഹു സംസാരിച്ച ഭാഗം സൂറത്തു ത്വാഹയിൽ പറയുന്നത് വേറെ രീതിയിലാണ്. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ, മൂസ നബിയെ എന്ന് വിളിക്കപ്പെടുന്നു ആ വൃക്ഷത്തിൽ നിന്ന്. ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക്, ഞാൻ നിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് മൂസ നബിയെ. ഫഖ്ലഅൻ അലൈക്, നിങ്ങളുടെ 2 ചെരുപ്പും നിങ്ങൾ അഴിച്ചു മാറ്റണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് നിങ്ങളുള്ളത്, ചെരുപ്പഴിച്ചു വെക്കണം. അപ്പോൾ ബഹുമാനിക്കപ്പെടുന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ എന്ത് ചെയ്യണം? ചെരുപ്പഴിച്ചു വെക്കണം. നമ്മൾ ഹറമിലൊക്കെ പോകുമ്പോൾ ചെരുപ്പ് പിടിച്ചങ്ങ് നടക്കണ്ടെന്ന്. ചെരുപ്പൊക്കെ കൊണ്ടുപോകണല്ലോ, കൊണ്ടുപോയിക്കോട്ടെ, അള്ളാഹിൻ്റെ ഹറമല്ലേ, ഒരു ചെരുപ്പിന് ഇപ്പോൾ എത്രയല്ലേ വരുള്ളൂ. അതിൻ്റെ ഒരു ഹുർമത്ത് അങ്ങനെയാണ്. ആളുകളൊക്കെ പള്ളി കൊണ്ടുപോയി വെക്കും, പള്ളിയിൽ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയതിന് തെറ്റാണ് എന്നൊന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഒരു മുഖദ്ദസായ സ്ഥലമല്ലേ, പരിശുദ്ധമായൊരു സ്ഥലമല്ലേ. അള്ളാഹു ചാല വാദി ആ ഒരു താഴ്വരയിലേക്ക്, അവിടെ അതിൻ്റെ മുമ്പ് ആരും അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അതിൻ്റെ മുമ്പ് ആ സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠത പോലും ആർക്കറിയില്ല. മൂസ നബി ചെരുപ്പോടുകൂടെ വന്നതാണ്. ഫഖ്ലഅൻ അലൈക്, മൂസ നബിയെ ചെരുപ്പഴിച്ചു വെക്കണം എന്ന് പറയാണ്. അപ്പോൾ ചെരുപ്പഴിച്ചു വെക്കുക. ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് മൂസ നബിയെ നിങ്ങളുള്ളത്. ആദ്യത്തെ ഡിസിപ്ലിൻ ചെരുപ്പഴിച്ചു വെക്കലാണ്. വൃത്തികേടിൻ്റെ ഒരു അടയാളമാണ് ചെരുപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ വീടുകൾ ഫ്ലാറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ചെരുപ്പിട്ടുകൂടാ. ചെരുപ്പിട്ടുകൊണ്ട് കിടക്കുന്ന വീടുകളൊക്കെ ഉണ്ട് ചില നാട്ടിലൊക്കെ. നമ്മൾ കാസർഗോഡ് മംഗലാപുരം സൈഡിലേക്കൊക്കെ പോകുമ്പോഴേ ചില വീടുകളൊക്കെ പഴയ വീടുകളായിരിക്കാം, എന്നാലും ചെരുപ്പിട്ടോളൂ എന്ന് വീട്ടുകാരനെ പറയും. എന്നാലും ചെരുപ്പ് അഴിക്കണം എന്നാണ്. ഇട്ട് കയറിക്കൂടാ, അവിടെ മണലൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും നമ്മൾ ചെരുപ്പോടുകൂടെ കയറി ചെല്ലുന്നത് ഒരു തരം ശുമാണ്. അതൊരു അവലക്ഷണമുണ്ട്. അത് പുറത്ത് വയ്ക്കുക, ഒരു ഹുർമത്ത് കാണിക്കുക. വീട് താമസിക്കുന്ന സ്ഥലമല്ലേ, നിസ്കരിക്കുന്ന സ്ഥലമല്ലേ, ദിക്ർ ചൊല്ലുന്ന സ്ഥലമല്ലേ, ആളുകൾ ഖുർആൻ ഓതുന്ന സ്ഥലമല്ലേ, അതിന് ഹുർമത്തുണ്ട്. വീടിനകത്തേക്ക് ചെരുപ്പിടണ്ട. അകത്തിടാനുള്ള ചെരുപ്പ് വേറെ വെക്കാം, അതിന് കുഴപ്പമില്ല. പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ട് എന്ത് ചെയ്യരുത്? അകത്തേക്ക് കടക്കരുത്. പ്രത്യേകിച്ച് കൂടിയിരിക്കണ കാലത്ത്. ഞാൻ ഇന്നലെ നാട്ടിലെ സ്പീച്ചിൽ പറഞ്ഞത് അല്ലേ, അതുകൊണ്ട് ഇനി പറയണില്ല. ആരിസ് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന്. കുടിയിരിക്കലൊക്കെ ഉണ്ടാകുമ്പോഴേ, ഹൗസ് വാമിങ് ഉണ്ടാകുമ്പോഴേ ചെരുപ്പിട്ട് നിരങ്ങല ആൾക്കാർ. ഓൻ്റെ പുരം കേടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണ പോലെ. സുബ്ഹാൻ, ഓൻ്റെ സ്വന്തം പുരക്ക് അങ്ങനെ ചെയ്യൂല. ഒരു കല്യാണം നടക്കുകയാണ്, ആ വീട്ടിൽ കയറി കുട്ടികളെ കൊണ്ട് ബെഡിൽ കയറിടിച്ച് വിട്ടിട്ട് ഉമ്മാരങ്ങനെ നോക്കി നിൽക്കുക, എന്തോ കുട്ടി സർക്കസ് കളിക്കണ പോലെ. സ്വന്തം വീട്ടിലങ്ങനെ ചെയ്യാൻ സമ്മതിക്കുമോ? സ്വന്തം മക്കൾ വേറൊരുത്തൻ്റെ വീട്ടിൽ പോയിട്ട് കേട് വരുത്തി കൊടുക്കുക.
നമ്മളൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് എന്താ പുറത്ത് ചെരുപ്പ് വെച്ചൂടെ? അത് കല്യാണമല്ലേ, എന്താ കല്യാണം, എന്താ കുഴപ്പം? ചെരുപ്പോടെ ഉണ്ടാവില്ലേ? ചെരുപ്പിട്ടിട്ട് ചളിയോട്, നമ്മുടെ നാട്ടിലൊക്കെ എന്തൊരു ചളിയാണ്, നമ്മളെ പൊടി അങ്ങനത്തെ ഒരു നാടല്ലേ നമ്മളെ നാട്. അതോടുകൂടെ ഒരു വീടൊക്കെ വളരെ ഭംഗിയായിട്ടൊരു കുടിരിക്കലൊക്കെ കഴിക്കുമ്പോൾ എത്ര അധ്വാനിച്ച് കാണും ആ വീട്ടുകാരത് വൃത്തിയായി കിട്ടാൻ. അങ്ങോട്ട് ചെരുപ്പിട്ട് നടന്നിട്ട് എല്ലാ കാർപ്പറ്റും ചുമരും ഒക്കെ കേടാക്കി കൊടുത്തിട്ട് അൽഹംദുലില്ലാഹ് എന്തോ ഒരു സമാധാനം. ഇതൊക്കെ അസൂയ എന്നാണ് അതിൻ്റെ പേര്. മിനിമം പറഞ്ഞാൽ അസൂയ എന്നാണ്. ഒരു നല്ലത് കാണുന്നതോടുള്ള ദേഷ്യം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കല്യാണം നടക്കുന്ന വീടാണ്, അല്ലെങ്കിൽ പുതിയൊരു വീട് കുടിയിരിക്കുകയാണ്, എന്തായിരുന്നാലും നമ്മൾ സ്വന്തത്തിന് ഇഷ്ടപ്പെടാത്തത് നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതല്ലേ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം ബെഡ്റൂമിലേക്ക് ചെരുപ്പിട്ട് വരുന്ന ഇഷ്ടമാവുമോ? നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് വീട്ടുകാരൊക്കെ, എത്രയോ നല്ല വീടുകളിൽ കുടുംബങ്ങൾ വരാതിരിക്കുന്ന ആ പെണ്ണുങ്ങളുടെ വൃത്തിൻ്റെ വസ്വാസം കൊണ്ടാണെന്നാ. ആരെങ്കിലും വന്നാൽ കാലിൻ്റെ പണ വരും കാലിൻ്റെ, അതുകൊണ്ട് ആരും വരണ്ട, അങ്ങനെ ആ പരിക്കാരും പോവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട് കൊണ്ടു നടക്കുന്നുണ്ട്, മറ്റൊരുത്തൻ്റേത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? വീട്ടിലേക്ക് ചെരുപ്പിട്ട് കയറരുത്. അതൊരു ഹുർമത്തില്ലാത്ത പരിപാടിയാണ്. എവിടെയായിരുന്നാലും നമ്മളെ ഹുർമത്ത് നമ്മൾ കാണുന്ന പോലെ മറ്റുള്ളവരെ കാണണം. അപ്പോഴല്ലേ നമ്മൾ മുഅ്മിനാവുള്ളൂ. മുസനബിയെ ഇഖ്ലഅൻ അലൈക്, ചെരുപ്പഴിച്ചു വെക്കണം. ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, നിങ്ങൾ പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. വ അനഖ്തർതുക, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു മുസനബിയെ. ഫസ്തമിഅ ലിമാ യൂഹാ, നിങ്ങൾക്ക് വഹി നൽകപ്പെടുന്ന വിഷയം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല മുസനബിയെ. ഫഅ്ബുദ്നി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം. വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിങ്ങൾ നിലനിർത്തുകയും വേണം മുസനബിയെ. നമുക്ക് മാത്രമല്ല നിസ്കാരം, മുസനബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നിസ്കാരമുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇന്നസ്സാഅത ആതിയ, അന്ത്യനാൾ വന്നെടുക്കുന്നുണ്ട്. അഖാദു ഉഖ്ഫീഹാ, ഞാനത് മറച്ചു വെക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ സംഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, അന്ത്യനാളിനോടടുക്കുമ്പോൾ ആളുകൾ ഖിയാമം നടക്കുന്ന പോലും ഒരു ചർച്ച വരാത്തൊരു കാലം വരുന്ന, നിരന്തരമായിട്ട് ഇപ്പോൾ ഉണ്ടാവും, ഇപ്പോൾ ഏകദേശം അടുത്തുകളെന്നൊക്കെ ഇങ്ങനെ കുറച്ച് കാലൊക്കെ ആളുകൾ പറഞ്ഞെടുക്കും. പിന്നെ അതൊരു നോം, അതങ്ങനെ തന്നെയാണല്ലോ എന്ന് വിചാരിക്കുന്നൊരു കാലം. അത് സാരമില്ല, അതങ്ങനെയാണ്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ 40 കൊല്ലം ഇവിടെ ഭരിക്കുന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാം ആദ്യം വരുമ്പോഴൊക്കെ ഒരു വലിയൊരു ഞെട്ടലൊക്കെ ഉണ്ടാവും. ഈസാ നബി വന്നോ കേട്ടോ, ഈ അറിഞ്ഞോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയലും, അതിൻ്റെയൊക്കെ കുറേ ഫേക്ക് ന്യൂസ് വേറെ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈസാ നബി വന്നു, ഇങ്ങനെയൊക്കെയാണ് കണ്ടവരുണ്ട്, ഇതാ ഈസാ നബി അലൈഹി സ്വലാം ഇന്ന സ്ഥലത്തുണ്ട്. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3, 4, 5, 10 കൊല്ലം കഴിയുമ്പോഴേക്കും അതൊരു സാധാരണ ഈസാ നബി ഉണ്ട്, അതെന്താ? അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ഖിയാമത്തിനെ സംബന്ധിച്ച് മറന്നുപോകുന്നൊരവസ്ഥ വരുന്ന, മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് ചർച്ച പോലും വരാത്ത അവസരത്തിലാണ് മസീഹുദ്ദജ്ജാൽ വരികയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാത്തൊരു സമയം വരും. അതൊക്കെ നോർമലല്ലേ, അതങ്ങനെ തന്നെയല്ലേ, അതിനിപ്പോൾ എന്താ ഇത്ര എന്ന് ചോദിക്കുന്ന കാലം. അഖാദു ഉഖ്ഫീഹ, ഞാനത് മറച്ചു വെക്കുകയാണ്. അല്ലാഹു തആല പറയും, അന്ത്യനാൾ വരുന്നുണ്ട് മുസനബിയെ. അഖാദു ഉഖ്ഫീഹ, ഞാനത് മറച്ചു പിടിക്കുകയാണ്. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ, ഓരോ ശരീരത്തിനും അവകൾ എന്തെല്ലാമാണോ ചെയ്തത് അതിന് കൃത്യമായ പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടാൻ വേണ്ടി നാളെ അള്ളാഹു പരലോകം സ്ഥാപിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി ലോകാവസാനം വരുന്നുണ്ട്. ലോകാവസാനം എന്നത് മനുഷ്യൻ്റെ ഈ ജീവിതത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. പരലോകമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ ഈ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല. മനുഷ്യൻ എന്ത് ചെയ്താലും കഴിഞ്ഞുപോയി, മരിച്ചാൽ തീർന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ അക്കൗണ്ടബിലിറ്റി, മനുഷ്യൻ്റെ ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെട്ടു പോയേനെ. ഞാൻ മരിച്ചാൽ തീർന്നില്ലേ? 100 ആളുകളെ 10,000 ആളുകൾ വെടിവെച്ച് കൊന്ന് ചാവേറായിട്ട് പിന്നെ അയാളും മരിച്ചു, ഇതോടെ എൻ്റെ കാര്യം തീർന്നു എന്നല്ല. ഇതേ പരിപാടി അള്ളാഹു നാളെ നിന്നോട് ശിക്ഷയായിട്ട് ചെയ്യും. അങ്ങനെയാണ്. അങ്ങനെ ഒരു പരലോകം ഈ ലോകത്ത് ഈ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. ഈ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് പരലോകം. എല്ലാവർക്കും ഒരുപോലെ ഇവിടെ നന്മ ചെയ്തു കൊടുക്കുക, നന്മക്ക് നന്മയോ തെറ്റിന് ശിക്ഷയോ കൊടുക്കാൻ ഈ ലോകത്ത് കഴിയില്ല. 100 ആളെ കൊന്നാളെയും ഒരു തവണയെ തൂക്കിലേറ്റാൻ പറ്റൂ. അത് 100-ൽ ഒരാളുടെ ജീവന് പകരമായിട്ടുള്ളൂ. ഇനി 99 തവണയാണ് തൂക്കിലേറ്റണം. അത് അള്ളാഹുവിൻ്റെ കോടതിയിലാണ് നടക്കുക. അതുകൊണ്ട് പരലോകം വരുന്നുണ്ട് മുസനബിയെ. ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. അതുകൊണ്ട് പരലോകമുണ്ട് എന്ന വിശ്വാസവും
ഞാൻ അള്ളാഹുവാണെന്ന വിശ്വാസവും അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ മാറിക്കൊടുക്കരുത്, ഒരിക്കലും വഴിതെറ്റിപ്പോവരുത്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട് ലോകത്ത്. അല്ലാഹു തആല പറയാണ്, കുറേ യുക്തിവാദികൾ, കുറേ ഫ്രീ തിങ്കേഴ്സ്, ഇതൊക്കെ കാണുമ്പോൾ അവരെ കണ്ടിട്ട് നിങ്ങളുടെ വിശ്വാസമില്ലാതെ പോകരുത്. അവർ ചിന്തിക്കാതെ പറയാൻ, അവരാലോചിച്ചിട്ടില്ല. അവർ ഫ്രീ തിങ്കേഴ്സ്, അവർക്ക് തിങ്കിങ് ഫ്രീ അല്ല, അവർ തീരെ ചിന്തിക്കുന്നേ ഇല്ല. അവർ തിങ്കിങ് ഫ്രീ ആണ്. എന്താ പറയുക, ഫ്രീ തിങ്കേഴ്സ് അല്ല, തിങ്കിങ് ഫ്രീ. തിങ്കിങ്ങനല്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടർ വിശ്വസിക്കുന്നില്ലെന്ന് വിചാരിച്ച് മൂസ നബിയെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കരുത്. സ്വന്തം ശരീരം എന്താ പറയണത് അതങ്ങ് വിളിച്ചു പറയാൻ. ഫതർദ, ലോകത്ത് വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂസ നബിയെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കല്ലേ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. അപ്പം നമുക്കൊക്കെ ഉള്ളൊരു ഉപദേശമാണത്. നമ്മൾ നിസ്കരിക്കേണ്ടത് കൂടുതലുള്ളവർ നിസ്കരിക്കണില്ല, ഓന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൻ്റെ വിസ അടിച്ച് കിട്ടിയാലോ, ഇനിയിപ്പോൾ എന്തിനാ ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഇപ്പോൾ ആകെ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കേണ്ടത് ആൾക്കാർ. അതിനുള്ളതല്ലത്. അമ്പിയാക്കന്മാർ അല്ലാഹു തആല പരീക്ഷിച്ചു. മുഅ്മിനായി ജീവിച്ചെന്ന് വിചാരിച്ചിട്ട് സുഖമുള്ളൊരു ജീവിതം ഉണ്ടാവും, അതൊന്നല്ല വിചാരിക്കേണ്ടത്. ഈമാനുള്ള ജീവിതം കിട്ടും, അതാണ്. അമ്പിയാക്കന്മാരെ കഷ്ടപ്പെട്ടില്ലേ? നമ്മളെക്കാളൊക്കെ ഈമാനുള്ളവരല്ലേ? നമ്മളെക്കാളൊക്കെ ഈമാനുള്ളവരല്ലേ അമ്പിയാക്കന്മാർ? എത്ര കഷ്ടപ്പാടുണ്ടായ അമ്പിയാക്കന്മാരുടെയൊക്കെ, എത്രയെല്ലാം കഷ്ടപ്പെട്ടു. അപ്പോൾ മുഅ്മിനായി ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു തരും, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. മനസ്സമാധാനം അള്ളാഹു തരും, അതാണ് വലിയ അത്ഭുതം. മനസ്സമാധാനം ഉണ്ടാവും. എന്ത് ടെൻഷൻ വന്നാലും മനസ്സിന് അത് ഇളക്കാൻ കഴിയില്ല. ഈമാനുള്ളവർക്കുള്ള പ്രത്യേകത അതാണ്. പക്ഷേ പരീക്ഷണങ്ങളുണ്ടോ? ഉണ്ടാകും, തീർച്ചയാണ്. അത് അള്ളാഹു ഈ ലോകത്തിൻ്റെ ഭാഗമാക്കി വെച്ചതാണ്. ഫലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു സംസാരിക്കുന്ന രംഗമാണിത്. ഇനി പറയുന്നുണ്ട് സൂറത്തു തോഹയിൽ തന്നെ, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നബിയെ എന്താണ് നിങ്ങളുടെ വലത് കൈയിലുള്ള സാധനം? അത് വടിയാണെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ മൂസ നബി അലൈഹിസ്സലാം പേടിച്ചിരിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിനെ സംസാരിപ്പിക്കുകയാണ് അള്ളാഹു തആല. മൂസ നബി വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം കിട്ടിയ ചാൻസിൽ അങ്ങോട്ട് അടിച്ചു കയറി പറഞ്ഞു. ഒരൊറ്റ ഉത്തരം, ഒരു വാക്കേ പറയേണ്ടതുള്ളൂ മറുപടി. വമാ തിൽക, മാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഒരു ഒബ്ജക്റ്റാണ് അതിൻ്റെ മറുപടി. ഇന്ന സാധനമാണ്. അത് എങ്ങനെയാണെന്ന് പറയുമ്പോഴാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഹൗ എന്നല്ല ചോദിച്ചത്, വാട്ട് ഈസ് ഇറ്റ്, എന്താണത്? ഹിയ അസ്വായ, ഇറ്റ്സ് മൈ സ്റ്റാഫ്, ഇതെൻ്റെ വടിയാണ്, ഇതെൻ്റെ കയ്യിലെ വടിയാണ്. അസ്വായ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? സംസാരം കുറച്ച് ലെങ്തി ആയിപ്പോവും. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ആ ചോദിക്കാത്തതിനോട് മറുപടി കൊടുത്തു. അങ്ങനെ മൂസ നബി പറയും, ഹിയ അസ്വായ, ഇതെൻ്റെ വടിയാണ് അല്ലാഹുവേ, അതവക്കഉ അലൈഹാ, എനിക്ക് ക്ഷീണം വരുമ്പോൾ ഞാൻ ചാരി നിൽക്കാറുണ്ട് അതിനെ. വഅഹുശ്ശു ബിഹാ അലാ ഗനമി, എൻ്റെ ആടുകൾക്ക് ഞാൻ വൃക്ഷങ്ങളിൽ നിന്ന് ഇല ചാടിച്ചു കൊടുക്കും എൻ്റെ വടി കൊണ്ട് അടിച്ചിട്ട്. എൻ്റെ മൃഗങ്ങൾക്ക് ഉപകാരമുണ്ട്. വലിയ ഫീഹാ മആരിബു ഉഖ്റാ, വേറെയും ഒരുപാട് ഉപകാരങ്ങളുണ്ട് പടച്ചവനെ. മൂസ നബി നിങ്ങളോട് ഉപകാരം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, എന്താണ് എന്നല്ലേ ചോദിച്ചത്. പക്ഷേ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ നേരല്ലേ, എന്നിട്ട് എല്ലാം അങ്ങ് പറഞ്ഞു. ഇതെൻ്റെ വടിയാണ്, ഞാൻ ചാരി നിൽക്കും, പിന്നെ എൻ്റെ മൃഗങ്ങൾക്ക് ഇല പൊഴിച്ചു കൊടുക്കും, വേറെ ഒരുപാട് ഉപകാരമുണ്ട് പടച്ചവനെ, അങ്ങനത്തെ ഒരു വടിയാണിത്. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചത് എന്താണെന്നാണ്, പക്ഷേ അങ്ങോട്ട് മറുപടി പറഞ്ഞു. അങ്ങനെയാണ് കുറേ ഇഷ്ടപ്പെട്ട ആളുകളാകുമ്പോൾ അങ്ങനെ സംസാരിക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയൊക്കെ ഉറങ്ങാൻ കഴിയാത്തത്, ഗൾഫ് 4 മണിക്കൂർ 8 മണിക്കൂറൊക്കെ രാത്രി ഫോൺ ചെയ്യുന്നു. അമ്മമാരൊക്കെ റബ്ബ് എൻ്റെ കുട്ടീൻ്റെ തുടക്കം തന്നെ എങ്ങനെയാണെങ്കിൽ എന്തായിപ്പോൾ ഈ ചെറുക്കൻ്റെ കൂടെ ജീവിച്ചാൽ, എൻ്റെ കുട്ടിയെ ഉറങ്ങാൻ വിടുന്നില്ലല്ലോ. അപ്പോൾ ഒരു തുടക്കത്തിലൊരാവേശം, പിന്നെ അവർക്ക് മിണ്ടാൻ തന്നെ ഒന്നും ഉണ്ടാവില്ല. തീരൊക്കെ കഴിഞ്ഞ് പ്രാക്ടിക്കലും കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പറയുക, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കേണ്ട മുമ്പ് വല്ലാണ്ട് ഈ റൊമാൻറ്റിക്കുള്ള വർത്താനം ഉണ്ടല്ലോ, അത് പാടില്ലെന്ന് ശറഅ് പറയാൻ കാരണം നിക്കാഹ് കഴിയുന്നതിന് മുമ്പ്. എന്നുവെച്ചാൽ റൊമാൻസിൽ പല ബടായും പറയും, അതൊന്നും റിയൽ ആവില്ല. അപ്പോൾ അത് വേണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ റൊമാൻസ് പറയണില്ലല്ലോ. എന്താ വെച്ചാൽ അത് ഉള്ളതേ പറയാൻ കഴിയുള്ളൂ. മറ്റൊരു ചോദിക്കൂലേ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങിച്ചേരാ ഇത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ തന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ മറുപടി വേണ്ടേ. അപ്പോൾ കല്യാണത്തിൻ്റെ മുമ്പ് പറയുന്ന ഈ കള്ളത്തരങ്ങൾ വരും, നമ്മളെ മറച്ചു വെക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ വെറുതെ സ്നേഹം അഭിനയിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ പറയും അല്ലേ, താരെ തോടുക്കലാവുക
ഹണിമൂണിന് ഇവിടെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാം, ഇവിടെ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒന്നും പറയണ്ട. അതുള്ളതുപോലെ പച്ചയിൽ ജീവിച്ചാൽ മതി. മനുഷ്യനായിട്ടുള്ളത് പറഞ്ഞ് ജീവിച്ചാൽ മതി. അതിനാണ് അള്ളാഹു തആല അത് വേണ്ട, ആ പരിപാടി പറ്റില്ല എന്ന് പറയാൻ കാരണം. പക്ഷേ ഇഷ്ടം തോന്നുമ്പോൾ സ്വാഭാവികമായും സംസാരം എന്ത് ചെയ്യും? ലെങ്തി ആയി പോകും, സംസാരം കൂടുതലായി പോകും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ് അങ്ങനെ, അല്ലേ? ഇൻഷാ അല്ലാഹ്. ഈ 1 മിനിറ്റിന് ഇത്ര ദൈർഘ്യമുണ്ടെന്ന് മനസ്സിലായത് വാട്സപ്പ് വന്നതിൻ്റെ ശേഷമാണെന്നാ. 1 മിനിറ്റ് ഒരു വോയിസ്, അല്ലേ? 1 മിനിറ്റൊക്കെ ഉണ്ടായി. റബ്ബേ, 1 മിനിറ്റ് 60 സെക്കൻഡ് കേൾക്കണ്ടേ? മുമ്പൊന്നും 1 മിനിറ്റിന് വിലയില്ലായിരുന്നു. 1 മിനിറ്റൊന്നും ഉണ്ടായാൽ കേൾക്കാൻ നിൽക്കൂല ആൾക്കാർ. എനിക്കറിയില്ല നിങ്ങളെ അവസ്ഥ എന്താ. ഞാനിപ്പോൾ ഒഴിവാക്കി, കാരണം തുടങ്ങി നോക്കിയിരുന്നു ഇവിടുന്ന്. ഓരോരുത്തർ 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ വോയിസ്. ആ മറുപടി പറയുമ്പോൾ അടുത്ത അതിൻ്റെ മറുപടി വേറെ വരും. അപ്പോഴത്തെ 40 ആൾ വേറെ ഉണ്ടാവും താഴെ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര നീളുണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു മുമ്പ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു 10 സെക്കൻഡ്, 6 സെക്കൻഡ്, 16 സെക്കൻഡ്, 20 സെക്കൻഡൊക്കെ ധാരാളമാണ് ഒരു വോയിസ് വിടുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പറഞ്ഞുതരാം, 1 മിനിറ്റൊന്നും വിടരുത്, ആരും കേൾക്കൂല. 10 സെക്കൻഡുമ്പോൾ തീർക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാര്യം കൂടെ പറയാൻ തീർന്നു. സുഖമല്ലേ, അതല്ലേ, ആരാ അസുഖം ഉണ്ടായിട്ട് പറയാം? പ്രയാസമൊന്നുമില്ലല്ലോ. ഉള്ള അസുഖങ്ങളോട് പ്രയാസം പറഞ്ഞാൽ നിങ്ങളെന്തോ സഹായിക്കുമോ? ഇനി എന്താ കാര്യത്തിലേക്ക് പ്രവേശിക്കുക, സ്ട്രൈറ്റ് ടു ദ പോയിൻറ്റ്സ്. കാര്യം കൂടെ പറയാൻ നിർത്തുക, എന്തോ റാഹത്തുണ്ടാവും. ചിലർ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വോയിസ് ചെയ്യുക. അല്ലാഹ്, അങ്ങനെയൊക്കെ സമയമുള്ളവരുണ്ടേക്കും, അല്ലാഹു അലം. അപ്പോൾ സമയം വിലപ്പെട്ടതാണ്. പക്ഷേ മഹബൂബിൻ്റെ കൂടെ സമയം ഒരുപാട് എടുത്തു നിന്ന് വരും. അള്ളാഹുവിൻ്റെ ആ ഒരു ജനാബിൽ നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ് മൂസാ നബിയെ കയ്യിൽ എന്ന് ചോദിച്ചു. ഇതെൻ്റെ വടിയാ പടച്ചവനെ, ഞാനിതുകൊണ്ട് ചാരി നിൽക്കും, എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കും, പിന്നെ എനിക്ക് വേറെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ ഖാല അൽഖിഹാ യാ മൂസ, അത് താഴെയിട്ടേക്കണം. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, നോക്കുമ്പോൾ അത് വലിയൊരു പാമ്പായിട്ട് സർപ്പമായിട്ട് മാറിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചോടി, പിടിച്ചോളൂ മൂസാ നബിയെ, അതിൻ്റെ വാലിൽ പിടിച്ചു എന്നാ. പിടിച്ചപ്പോഴേക്കും അത് പൂർണ്ണ രൂപത്തിലേക്ക് മാറി. പിന്നെയാണ് നിങ്ങളുടെ കൈ കൊണ്ട് കക്ഷത്തിൽ വെച്ച് നോക്കൂ, ആ കൈയിൻ്റെ പ്രഭ, വെളിച്ചം, ഇത് രണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. കാരണം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലം ആ കാലം സിഹറിൻ്റെ കാലമായിരുന്നു, മാജിക്കിൻ്റെ കാലമാണ്. അതുകൊണ്ട് മാജിക്കിനെ അതിജീവിക്കാൻ കഴിയുന്നൊരു മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് മരുന്നാണ്. എങ്ങനത്തെ മരുന്ന്? ഏത് മാറാ രോഗവും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ലംസ് കൊണ്ട് മാറും, തടവിയാൽ മാറിക്കിട്ടും. കണ്ണില്ലാത്തവരുടെ കൺപോളകളിൽ അങ്ങ് തടവിയാൽ കണ്ണില്ലാത്തവർക്ക് കണ്ണ് വരും. ദുആ ചെയ്താൽ അസുഖം മാറും, മരിച്ച ആളുകളെ എഴുന്നേൽപ്പിക്കും. ഇങ്ങനെയൊക്കെ കഴിവ് അല്ലാഹു ആർക്ക് കൊടുത്തു? ഈസാ നബി അലൈഹിസ്സലാം. കാരണം അന്ന് ഗ്രീക്കുകാരും റോമൻസും മരുന്ന് കൊണ്ട് മത്സരിക്കുന്ന കാലമാണ്. ഒരു ഡോക്ടർക്കും ശിഫയാക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇടപെടാൻ പറ്റാത്തത് ആർക്കിടപെടാൻ കഴിഞ്ഞു? ഈസാ നബി അലൈഹിസ്സലാം. ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്തോ അതിനതിജീവിക്കാനുള്ള കഴിവ് ഒരു നബിക്ക് അല്ലാഹു കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ട് ഖുർആൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ, അന്ന് ഖുർആൻ ഇറങ്ങുമ്പോൾ സാഹിത്യത്തിൻ്റെ കാലമാണ്. അറബ് പണ്ഡിതന്മാർ അവരുടെ ഭാഷയിൽ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതകൾ നിമിഷക്കവികളാണ്. ആയിരക്കണക്കിന് കവിതകളൊക്കെ ഒരൊറ്റ നിൽപ്പിൽ അങ്ങ് പാടിക്കളയും. അതോ വളരെ കൃത്യമായും പ്രാസമൊപ്പിച്ചിട്ടുള്ള കവിതകൾ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പാടില്ല. അങ്ങനെ അവരുടെ ഭാഷ തന്നെ അങ്ങനെയായിരുന്നു. അവർക്കിടയിലേക്കാണ് ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, നിങ്ങളുടെ ഈ കവിതയെയും നിങ്ങളുടെ ആലാപനത്തെയും നിങ്ങളുടെ സാഹിത്യ അഭിരുചിയെയും മറികടക്കാൻ കഴിയുന്ന അനൽപമായ ഭംഗിയുള്ള ഒരു ഭാഷയിൽ ഞാനിതാ ഖുർആൻ ഇറക്കിയിരിക്കുന്നു, നിങ്ങൾക്കിതിന് തത്തുല്യമായത് കൊണ്ടുവരാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഓരോ നബിക്കും അവർക്ക് യോജിച്ച മുഅ്ജിസത്ത് അല്ലാഹു തആല കൊടുക്കുക. മൂസാ നബിക്ക് കൊടുക്കുമ്പോൾ അവർ മാജിക്കുകാരാണ്. ഫിർഔന്റെ ആളുകളുമായി മൂസാ നബി അലൈഹിസ്സലാം മാജിക്കിൽ മത്സരിച്ചു. മൂസാ നബിയുടെ മുഅ്ജിസത്ത് മാജിക്കിനെ അതിജീവിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം മുസ്ലിം ആയതാരാ? മജീഷ്യൻസാണ്. സാജിദീൻ, അവിടുത്തെ സാഹിര്യങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? സുജൂദിൽ വീഴുകയാണ് ഉണ്ടായത്. കാരണം സിഹർ ചെയ്യുന്ന മജീഷ്യൻസ് മനസ്സിലായി എന്തല്ല, ഇത് കളിയല്ല, മൂസാ നബി അലൈഹിസ്സലാമിൻ്റേത് മുഅ്ജിസത്താണ്, ഇത് സിഹറല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഈ ഒരു കഴിവ് നൽകാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ചരിത്രം മൂസാ നബി അലൈഹിസ്സലാമിൻ്റേതായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ 83 സ്ഥലങ്ങളിൽ നിരന്തരമായി കഥനം നടത്തിയ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ ഐമനി വഖറബ്നാഹു നജിയാ
ووهبنا له من رحمتنا أخاه هارون نبيا ووهبنا له من رحمتنا നമ്മുടെ കരുണയാൽ മൂസ നബി അലൈഹിസ്സലാമിന് നമ്മൾ ഔദാര്യമായി നൽകിയിരിക്കുന്നു അഖാഹു ഹാറൂൻ, മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബിയെ എന്ത് കൊടുത്തു? നബിയാക്കി കൊടുത്തു, റസൂലാക്കി കൊടുത്തു, അംബിയാഇൻ്റെ പദവിയിലേക്ക് ഉയർത്തി അല്ലാഹു തആല. ഹാറൂൻ അലൈഹിസ്സലാം മൂസ നബിയുടെ ജ്യേഷ്ഠനാണ്, മൂസ നബിയുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ നബി അലൈഹി, അനുജനാണ് മൂസ നബി അലൈഹിസ്സലാം. പക്ഷേ ജ്യേഷ്ഠനും നുബുവത്ത് കൊടുക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞ് വലിയൊരു ഉപകാരം ചെയ്തു. അള്ളാഹു ആണെങ്കിലോ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ആ ഒരു റെക്കമെൻഡേഷൻ സ്വീകരിച്ചു. വകാന ഇൻദനാ വജീഹ, മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള നബിയാണ്. അപ്പോൾ ചോദിച്ചു, അള്ളാഹു തആല കൊടുത്തു, കൊടുത്തു. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പല വിഷയങ്ങളിലും ദുആക്ക് ഉത്തരം കിട്ടിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചവരാണ്, നമ്മൾ കേട്ടവരാണ്. അന്നൊക്കെ ഇസ്തിസ്ഖാഇന് വേണ്ടി മൂസ നബി അലൈഹി ഇസ്ലാം വന്നില്ലേ മഴയെ തേടിയിട്ട്, എല്ലാവരും വന്നിട്ട് മഴയെ തേടി എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയിലാണ്. അല്ലാഹുവേ മഴ തരണേ. മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അല്ലാഹുമ്മ അസ്ഖിനാ, മഴ വേണം റബ്ബേ, മഴ വേണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹി വരുന്ന, മൂസ നബിയെ വകൈഫ, എങ്ങനെ നിങ്ങൾക്ക് മഴ തരും? വഫീക്കും മൻ യുബാരിസുനി ബിൽ മഅസിയതി മുൻദു 40 സന, 40 കൊല്ലമായിട്ട് ഒരു നാണല്ലാതെ തെറ്റ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അയാൾ പുറത്തു പോവാതെ എന്തെയില്ല, മഴ തരൂല എന്ന് പറയുന്നു മൂസ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല. മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അല്ലാഹുവേ 12,000 ആളുകളാണ് ഈ വന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞാൽ അവിടുന്ന് ആരാ അത് കേൾക്കുക? ആ ആൾ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ 12,000 ആൾ കേൾക്കണ്ടേ? ഇതിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് അള്ളാഹു ഈ പറയുന്നത്. മൂസ നബിയെ പറഞ്ഞു നോക്കിൻ, വഅലൈനൽ ബലാഗ്, കേൾപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, പറഞ്ഞോളൂ. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതിൽ നിന്ന് ഒരാൾ പുറത്തു പോകണം, അയാൾ പുറത്തു പോയാൽ മഴ തരാമെന്ന് അള്ളാഹു തആല പറയുന്നുണ്ട് അല്ലേ? ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ആ മനുഷ്യൻ ചുറ്റും നോക്കി ആരെങ്കിലും പോകുന്നുണ്ടോ, ഞാൻ തന്നെയാണോ, വേറെ ആരെങ്കിലും ആണോ മൂസ നബി ഉദ്ദേശിക്കുന്നത്? ആരും പുറത്തു പോകണില്ല. ആ സമയത്ത് ആ മനുഷ്യൻ തല താഴ്ത്തുകയും അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ ലാ തഫ്ലഹ്നി, എന്നെ മാനം കെടുത്തല്ലേ പടച്ചോനെ, ഞാൻ ഈ സമയത്ത് പുറത്തു പോയാൽ ഇത്രയും കാലം തെറ്റ് ചെയ്ത് ഒളിപ്പിച്ചു വെച്ചാൽ ഞാനാണെന്ന് ആളുകൾ അറിയില്ലേ? അള്ളാഹുവേ ഇന്നി തുബ്തു ഇലൈക്, റബ്ബേ ഞാൻ തൗബ ചെയ്തു, അള്ളാഹുവേ ഇനി ചെയ്യൂല പടച്ചോനെ, ചെയ്യില്ല റബ്ബേ, എനിക്ക് മാപ്പ് താ, ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ എന്ന് ആ നിന്ന നിർപ്പിൽ ആ മനുഷ്യൻ തൗബ ചെയ്യുന്നു. മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി, തിമർത്ത് പെയ്യുകയാണ്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അള്ളാഹുവേ ആരും പുറത്തു പോയില്ലല്ലോ, പിന്നെന്താ മഴ കിട്ടിയല്ലോ? ആ മൂസ നബിയെ മുതിർത്തും ബില്ലദീ മുനിഅ്തും, നിങ്ങൾക്ക് മഴ കിട്ടാൻ കാരണം ആര് കാരണമാണോ മഴ കിട്ടാതിരുന്നത് അയാൾ തന്നെയാണ്. എന്തേന്ന് ചോദിച്ചു. അയാൾ തൗബ ചെയ്ത് മടങ്ങി മൂസ നബിയെ. പടച്ചോനെ, ആ ഒരു നല്ല മനുഷ്യനെന്ന് കണ്ട് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്, അതാരാണെന്ന് പറഞ്ഞു തരുമോ? ഇല്ല മൂസ നബിയെ, 40 കൊല്ലം തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അയാളെ മറച്ചു വെച്ചു, അയാൾ എൻ്റെ നല്ല അബിദായി മാറി. അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ മുമ്പത്തെ തെറ്റ് പറഞ്ഞിട്ട് ഞാൻ നാണം കെടുത്തുമോ? ഞാൻ പറഞ്ഞു തരൂല. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ടായ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാഇൻ്റെ ആ ഒരു അനുഭവങ്ങളിൽ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യം പഠിക്കുകയും അവരോടൊക്കെ സ്നേഹവും മഹബ്ബത്തും അവരെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നുക, അംബിയാഇൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത്, അവരുടെ ചരിത്രങ്ങൾ വായിക്കുക, പഠിക്കുക, അതിൽ നിന്നൊക്കെ മെസ്സേജുകൾ ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാതൃകാ പുരുഷന്മാരാണ് അവരൊക്കെ. അവരാണ് നമുക്ക് ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു തരേണ്ടവർ. അവരെ പറ്റിയൊക്കെ പഠിക്കാനാണ് അള്ളാഹു തആല ഇടയ്ക്കിടെ നമുക്കിങ്ങനെ ഈ ചരിത്രങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്കൊക്കെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ച് നൽകട്ടെ. സജ്ജനങ്ങളോടുള്ള സ്നേഹവും ഇമ്പവും അടുപ്പവും അവരോടൊക്കെയുള്ള ആദരവും ബഹുമാനവും അള്ളാഹു നമ്മുടെ ഖൽബുകളിലേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അംബിയാഇൻ്റെ കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹമർറഹീമായ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ യജമാനനും ഉടമസ്ഥനുമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവേ, എല്ലാ സ്തുതികളും നിനക്കാണ് റബ്ബേ. നീ ഞങ്ങളുടെ മെഹബൂബാണ്, ഞങ്ങളുടെ റബ്ബാണ് അള്ളാഹുവേ. നീ ഞങ്ങളുടെ സംരക്ഷകനാണ്, ഞങ്ങളുടെ മാലിക്കാണ്, ഞങ്ങളുടെ ഉടമസ്ഥനാണ്, ഞങ്ങളുടെ വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹുവേ. ഞങ്ങളുടെ അപാരമായ കൃപയും കരുണയും അള്ളാഹുവേ സദസ്സിലുള്ള ഞങ്ങളെല്ലാവർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ ഹബീബും ഞങ്ങളുടെ മെഹബൂബുമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരുപാട് സ്വലാത്തുകളും സലാമും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. നാളെ ഹബീബിൻ്റെ അരികത്ത് ഏറ്റവും അടുത്തിരിക്കുന്നവർ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണല്ലോ. അള്ളാഹുവേ, ഞങ്ങൾക്ക് സ്വലാത്തുകൾ ധാരാളം ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ.
അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ അമാലുകൾ കാണിക്കപ്പെടുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ഈ സദസ്സിനവർ കാണിച്ച് ഹബീബിനെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, സദസ്സിൽ ദുആയിരക്കാനുള്ള വസിയത്തുകൾ ഓരോന്നും എഴുതിയതും അല്ലാത്തതും പറയപ്പെട്ടതുമല്ലാത്തതും എല്ലാം അറിവുള്ളവനെ അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തർക്കും ഈമാൻ നീ ഉറപ്പിച്ചു നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിരീശ്വരവാദവും യുക്തിവാദവും വഴിപഴച്ച ചിന്താഗതികളും പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയായ മുസ്തഖീമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ഹബീബും നിൻ്റെ സ്വഹാബികളും താബിഈങ്ങളും മുൻഗാമികളും കാണിച്ച ആ ഒരു ഋജുവായ നേരായ പന്ഥാവിലൂടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, മരണത്തിലേക്കുള്ള ഒരു യാത്രയിൽ നിൽക്കുന്ന യാത്രക്കാരാണ് റബ്ബേ ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണ്. അല്ലാഹുവേ, സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. ഇവിടെ ദുആയിരക്കാൻ പറഞ്ഞ ഓരോരുത്തരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്നവനെ നീ സഫലമാക്കണേ റബ്ബേ. രോഗികൾക്ക് ശമനം നൽകണം തമ്പുരാനെ, രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഇവിടെ ദുആയിരക്കാൻ പറഞ്ഞവരും ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഏതെല്ലാം രോഗികളെ ഞങ്ങൾ ഓർക്കുന്നുണ്ടോ അവർക്കും നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരു ചെറിയ കുഞ്ഞിന് അല്ലാഹുവേ അസുഖമായിട്ട് ഇന്നലെ ബോംബെയിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് 4.5 വയസ്സുള്ളൊരു മോള് മരണപ്പെട്ടത് ഞങ്ങൾ അറിഞ്ഞു റഹ്മാനെ. ആ കുട്ടിയുടെ കുടുംബത്തിന് മനസ്സമാധാനം നൽകണേ റബ്ബേ. ആ കുഞ്ഞിനെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കുഞ്ഞാക്കി കൊടുക്കണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, പിഞ്ചു മക്കൾ ജനിച്ചവരുണ്ട്. ആ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളും ഒക്കെയായി നല്ല മക്കളായി ആൺമക്കളെയും പെൺമക്കളെയും കൺകുളിർമയുള്ളവരാക്കി മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ, ജോലി സംബന്ധമായ പ്രയാസങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എന്താണോ പ്രയാസം ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് നീ നീക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, വേറൊരു കുട്ടിയുടെ അസുഖം മാറാൻ വേണ്ടി 3 ആഴ്ചത്തേക്കൊരു സുഹൃത്ത് തൻ്റെ കൂട്ടുകാരൻ്റെ മകന് വേണ്ടി സംഭാവന ചെയ്ത, സ്വതക്ക ചെയ്ത്, നേർച്ച ചെയ്ത ആ പാനീയത്തിൻ്റെ ഹുർമത്ത് കൊണ്ട് റബ്ബേ, ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ കുഞ്ഞിന് നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. എത്രയോ വിഷയങ്ങൾക്ക് റബ്ബേ നിൻ്റെ റബ്ബാനിയായ ഇടപെടലുണ്ടായിട്ടുണ്ടല്ലോ. ആ കുഞ്ഞിനും നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ദുആയിരക്കാൻ വസിയത്തുള്ളവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ ശിഫ കൊടുക്കണേ റഹ്മാനെ. കൂട്ടുകാർക്ക് മക്കൾക്ക് വേണ്ടി ഭാര്യ സന്തതികൾക്ക് വേണ്ടി ദുആയിരക്കാൻ വസിയത്തുണ്ട്, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സദസ്സിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹുവേ, പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും തിരക്കിട്ട ജീവിതത്തിൽ ഇപ്പോൾ നിരന്തരം എത്തിപ്പെടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഇത് ഞങ്ങൾക്ക് ഇൽമു പഠിക്കാനും ഈമാൻ വർദ്ധിക്കാനുമുള്ള ഒരു നിമിത്തമാക്കി തരണേ റബ്ബേ. ഇത് ഞങ്ങളുടെ ദുആഇന് ഉത്തരം കിട്ടുന്ന മജ്ലിസാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സദസ്സുമായി ഇസ്ലാമിക് സെൻറ്റർ, ഇവിടുത്തെ സുന്നി സെൻറ്ററിൻ്റെ പ്രവർത്തകന്മാർ മരിച്ചുപോയവരുണ്ട്. അവിടുത്തെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അവർക്കൊക്കെ ഖൈറായ ജീവിതം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഇവിടെ പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ സെൻറ്ററുമായി ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്ന, പ്രവർത്തിക്കുന്ന, ദഅവത്ത് ചെയ്യുന്ന സുന്നി സെൻറ്ററിൻ്റെയും മറ്റും ഒരുപാട് പ്രവർത്തകന്മാർ, KMCCയുടെ പ്രവർത്തകന്മാർ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. സമുദായത്തിന് ഉപകാരം ചെയ്യുന്ന പൊതുപ്രവർത്തകന്മാർ, അല്ലാഹു, അവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു, അവരുടെ വിഷമങ്ങളെ നീ പരിഹരിക്കണേ റഹ്മാനെ. ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവരുടെ വിഷയം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ സജീവ പ്രവർത്തകൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഖൈറായത് പകരം കൊടുക്കണേ റഹ്മാനെ. ഖൈറായത് പകരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ജോലി സംബന്ധമായ ഭീഷണിയോ പ്രയാസമോ ഉള്ളവർ ഓരോരുത്തർക്കും ഖൈർ നീ പകരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഞങ്ങളോട് കരുണ തോന്നിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ മേലെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളോട് കരുണ തോന്നിപ്പിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ജോലിയും വൃത്തിയിൽ അത് ഖൈറായ രീതിയിൽ ചെയ്തു തീർക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ നൽകണേ റബ്ബേ. ഹലാലായ സമ്പാദ്യം മക്കൾക്ക് കഴിക്കാൻ കൊടുത്ത് അവരെ നല്ലവരാക്കി വളർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മക്കൾക്ക് തർബീത്ത് ചെയ്യാൻ കഴിയുന്ന നല്ല വാപ്പമാരാക്കി മാറ്റണേ റഹ്മാനെ. നല്ല ഉമ്മമാരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണേ റബ്ബേ. അവർക്ക് നല്ല ചിന്തയും നല്ല ബോധവും വിദ്യാഭ്യാസവും അച്ചടക്കവും ഇൽമും തഖ്വയും എല്ലാം നൽകണേ റബ്ബേ. ദീനിൻ്റെ ആലിമീങ്ങളും ഹാഫിദീങ്ങളുമായി ഞങ്ങളുടെ മക്കളിൽ കൺകുളിർമയെ തരണേ റഹ്മാനെ. അല്ലാഹു, വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് അല്ലാഹുവേ യോജിച്ച ബന്ധങ്ങൾ കൊടുക്കണേ റബ്ബേ.
വഴിപിഴച്ചു പോകാതവരെ കാക്കണേ റഹ്മാനെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യോജിച്ച ഇണകളെ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക്, ദുആയിരക്കാൻ വസിയത്ത് ചെയ്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ റബ്ബേ. കാരുണ്യവാനായ അള്ളാഹുവേ, ഈ ഉമ്മത്തിനെ നീ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ യുവാക്കളെയും യുവതികളെയും നല്ലവരാക്കണേ റബ്ബേ. തിന്മകളുടെ വാതിലുകൾ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോഴും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുന്ന മനസ്സ് നൽകണേ റബ്ബേ. തിന്മയിലേക്കുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മുമ്പിൽ അടച്ചു തരണേ റഹ്മാനെ. നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമാക്കി തരണേ റബ്ബേ. നിനക്ക് എന്ത് വെറുപ്പാണോ ഞങ്ങളുടെ മനസ്സിനത് വെറുപ്പാക്കി തരണേ റബ്ബേ. ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് താ റഹ്മാനെ. നിൻ്റെ പരിശുദ്ധ കലാം ഖുർആൻ ധാരാളം പാരായണം ചെയ്യാനും രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറു സ്വബാഹി വൽ മസാ ഓതാനും ചൊല്ലാനും ഖുർആൻ പാരായണം ചെയ്യാനും മക്കളെ പഠിപ്പിക്കാനും അള്ളാഹു ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും നോമ്പും നിസ്കാരവും ഒക്കെ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഒരു നിസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെടാത്ത രീതിയിൽ ഞങ്ങൾക്ക് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ മനസ്സിന് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം നൽകണേ റബ്ബേ. നിൻ്റെ കലീമുല്ലാഹി നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവെ, നിൻ്റെ അമ്പിയാക്കളിൽ വഖറബ്നാഹു നജിയ എന്ന നിൻ്റെ അരികത്തേക്ക് നീ അടുപ്പിച്ച നബിയാൻ. അള്ളാഹുവെ, മഹാനായ പ്രവാചകന് നീ നൽകിയ സൗഭാഗ്യം, നിൻ്റെ കലാമ് കൊണ്ട് നീ നൽകിയ സൗഭാഗ്യം പോലെ നാളെ പരലോകത്ത് വെച്ച് റബ്ബേ നിന്നെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ആഖിറം നന്നാക്കി തരണേ റബ്ബേ. മരിച്ചുപോയ ഞങ്ങളുടെ മുഅ്മിനാത്തുകളുടെ ഖബറിടങ്ങളൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളും ഖബറിലേക്ക് വരുമ്പോൾ അവിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ നടക്കുന്നവരെ ഖബറിൽ കാത്തിരിക്കുന്ന ഖബറാളികൾ, അമ്പിയാക്കന്മാർ, മുൻ സമുദായങ്ങളിലെ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് റബ്ബേ. ആ ദീർഘമായ കാത്തിരിപ്പ് കുറഞ്ഞ സമയമായി അനുഭവിക്കാൻ കഴിയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും നീ ചേർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ പരലോകത്തേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമ്പോൾ അല്ലാഹുമ്മ ഹ്ശുർനാ മിനൽ ആമിനീൻ, പേടിയില്ലാതെ എഴുന്നേൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനെ, മരണമാസന്നമാകുന്ന നേരത്തെ പിശാച് പോലും തിന്മയിലേക്ക് കൊണ്ടുപോവുകയും കലിമത്തു ഷഹാദ ചൊല്ലാൻ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നേരത്ത് അല്ലാഹുവെ, നിൻ്റെ മഹലായ ഫദ്ല് കൊണ്ട് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഉമ്മപെങ്ങന്മാർ, ഭാര്യ സന്തതികൾ, ദുആയിരക്കാൻ വസിയത്ത് ചെയ്തവർ, ഇൽമിൻ്റെ സദസ്സിൽ വന്നിരുന്നവർ, അല്ലാഹുവെ, വിവിധ നാടുകളിൽ ഞങ്ങൾ പരിചയപ്പെട്ടവർ, എല്ലാ മുഅ്മിനാത്തുകൾക്കും നീ ഖാത്തിമത്തിൻ്റെ സമയത്ത് ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റബ്ബേ. സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. ഞങ്ങൾ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന നേരം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിനമാക്കണേ റബ്ബേ. അല്ലാഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഖം കാണാനുള്ള ഭാഗ്യം, ആ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബിനെ സിയാറത്ത് ചെയ്യാനും നിൻ്റെ കഅബാലയം കാണാനും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനും സംസം കുടിക്കാനും തവാഫ് ചെയ്യാനും രണ്ട് ഹറമൈനുകളിലും ഇബാദത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹു, ഇവിടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ ഉപ്പാക്ക് ശിഫ കൊടുക്കണേ റബ്ബേ, സലാമത്ത് കൊടുക്കണേ റബ്ബേ. അംബിയാഇൻ്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഔലിയാഇൻ്റെ കൂടെ, ശുഹദാഇൻ്റെ കൂടെ നിൻ്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. മരിച്ചുപോയ മുഅ്മിനാത്തുകളെ ചേർക്കണേ റബ്ബേ. എല്ലാ മുഅ്മിനാത്തുകളെയും ചേർക്കണേ റബ്ബേ. ഈ രാജ്യം സമാധാനമുള്ള രാജ്യമാക്കണേ റബ്ബേ. ഞങ്ങളുടെ നാട് ഇന്ത്യയും സമാധാനമുള്ള രാജ്യമാക്കണേ റബ്ബേ. കുഫറിൻ്റെ പേക്കോലങ്ങൾ അല്ലാഹുവേ, അക്രമങ്ങൾ അഴിച്ചുവിടുന്നൊരു ചുറ്റുപാടുകളില്ലാതെ അമ്നും അമാനുമുള്ള രാജ്യമാക്കി തരണേ തമ്പുരാനെ. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين. اللهم آمنا في أوطاننا. اللهم احفظنا بحفظك يا خير الحافظين. اللهم احفظ رئيس الدولة لما تحبه وترضاه. اللهم جمله بالعافية والسلامة. اللهم وفق ولي عهده لما تحبه وترضاه.
اللهم ارحم الشيخ زايد باني الإمارات، اللهم ارحمه برحمتك الواسعة. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم ارحمنا وارحمهم جميعا. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.